മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ തുടങ്ങി കുറച്ച് ഒരു പ്രമാണം 1-2 പ്രമാണം പഠിച്ചു. അതിൽ രാശികളെ കുറിച്ച്, അതായത് നമ്മുടെ ആരൂഢങ്ങളെ കുറിച്ച് പഠിച്ചു. ആരൂഢം എന്ന് പറയുന്നത് ആരൂഢോദയ ലഗ്ന നവാംശ ഛത്ര രാശി ചന്ദ്രാധിഷ്ഠിത രാശി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ഏറ്റവും 6 രാശികളാണ്, 6 ആരൂഢങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മൾക്ക് കിട്ടുന്ന ആരൂഢം, സ്വർണ്ണാരൂഢം, അതാണ് പ്രധാനം. അല്ലെങ്കിൽ താമ്പൂലാരൂഢമെങ്കിൽ താമ്പൂലാരൂഢം. അത് കഴിഞ്ഞിട്ട് ലഗ്നം, പിന്നെ ലഗ്നത്തിന്റെ നവാംശക രാശി, പിന്നെ വരുന്നത് ഛത്രരാശി, സ്പഷ്ടാംഗ രാശി, ചന്ദ്രൻ നിൽക്കുന്ന രാശി. ഇങ്ങനെ 6 രാശികൾ നമുക്ക് പ്രധാനമാണ്. 6 രാശികൾ നമ്മൾ കണക്കിലെടുക്കണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പഠിച്ചത്. ഇനി അടുത്ത പാർട്ട്. ഇനി അതിൽ 4ാമത്തെ ശ്ലോകം, എല്ലാ ശ്ലോകവും നോക്കാൻ ആവശ്യമില്ല. 4ാമത്തെ ശ്ലോകം, അതായത് 8ാമത്തെ ചാപ്റ്ററിൽ പ്രശ്നമാർഗം 8-ല് 4. ഇപ്പോഴാരും തുറന്ന് നോക്കണ്ട, നമ്മൾ വീട്ടിൽ വെച്ച് തുറന്ന് നോക്കിയാണ്. ആരൂഢോദയെ ഇന്ദു അർക്ക അഭിതപ്തിക്ത രാശിപ തുങ്കാംശേ ബലവന്തചേൽ പൂർണാവസ്ഥ പൃച്ഛതാം. ആരൂഢാധിപൻ, ഉദയലഗ്നാധിപൻ, സൂര്യൻ, ചന്ദ്രൻ. ആരൂഢം, ലഗ്നാധിപൻ, ലഗ്നം വെച്ചാൽ ആ സമയത്ത് വരുന്ന ലഗ്നാധിപൻ. ആരൂഢാധിപൻ, ആരൂഢം എന്ന് പറയുമ്പോൾ ഒരു രാശിയെ വരുള്ളൂ. ലഗ്നം എന്ന് പറയുന്നത് ഒരു രാശി. ആരൂഢത്തിന്റെ അധിപൻ എന്ന് പറയുമ്പോൾ ഗ്രഹമാകും. അതുപോലെ ലഗ്നം എന്ന് പറയുന്ന ഒരു രാശിയാണ്. ലഗ്നാധിപൻ എന്ന് പറയുമ്പോൾ ഗ്രഹം. പിന്നെ ചന്ദ്രനും സൂര്യനും. ഇത്രയും പേർക്ക് ബലം വേണം ഒരു പ്രശ്നത്തിൽ. ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ ഏതൊരു പ്രശ്നമായിരുന്നാലും പ്രധാനമായിട്ടും ആരോഗ്യ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ആരോഗ്യത്തിനെ കുറിച്ച് പറയണം. അല്ലാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണമെന്ന് ചോദിച്ചാൽ ഉദ്ദേശിച്ച കാര്യസാധ്യം എന്ന് പറയണം. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ശരീരത്തിനുള്ള ബുദ്ധിമുട്ടും മനസ്സിനും ശരീരത്തിനുള്ള ബുദ്ധിമുട്ട് പറയണം. ഇല്ല, ഒരു കാര്യസാധ്യം, ഒരു അഡ്മിഷൻ്റെയോ ഒരു ജോലിയുടെയോ ഒരു വീട് വയ്ക്കുന്ന കാര്യമോ ഒരു ലോണിൻ്റെ കാര്യമോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കാര്യസാധ്യം. അപ്പോൾ ആരൂഢാധിപൻ, ലഗ്നാധിപൻ, സൂര്യൻ, ചന്ദ്രൻ, ഇത്രയും പേർക്ക് ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണമൊക്കെ വരിക, ബലം വരിക എന്നർത്ഥം. ഇവർ നിൽക്കുന്ന രാശി അധിപന്മാർക്കും ബലം വേണം എന്നാണ്. അപ്പോഴത് നമ്മൾ ഇതുവരെ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. നിൽക്കുന്ന രാശി അധിപൻ, അതാണ് രാശി എന്ന് പറയുന്നത്. രാശിക്ക് ബലം വേണം. നിൽക്കുന്ന രാശി അധിപന് ബലം വേണം. ഇപ്പോഴും സൂര്യൻ നിൽക്കുന്നത് നമുക്ക് കന്നി രാശി. കന്നി രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ കന്നിയുടെ ഉടമസ്ഥൻ ബുധന് ബലം വേണം. ബുധൻ ബലമായിട്ട് അവിടെ തന്നെയല്ല നിൽക്കുന്നത്. അപ്പോൾ സൂര്യന് ബലമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് കന്നി രാശിയിൽ. അപ്പോൾ സൂര്യന് സ്ഥാനം കൊടുത്ത ആള് ബുധൻ ബലവാനായിട്ട് ഉച്ചമായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ സൂര്യന് ബലമുണ്ട്. ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിൽ. ചന്ദ്രന് സ്ഥാനം കൊടുത്ത ആള് ചന്ദ്രന്റെ രാശി അധിപൻ ചൊവ്വയ്ക്ക് ഇപ്പം ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ചൊവ്വ മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. വലിയ ബലം പറയണ്ട. ഇങ്ങനെ കണക്കാക്കണം. ഇപ്പോഴത്തെ ലഗ്നം നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ലഗ്നം മേടത്തിന്റെ അധിപൻ വന്നിട്ട് ചൊവ്വ. അപ്പോൾ ചൊവ്വയ്ക്ക് ബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ചൊവ്വയ്ക്ക് സ്ഥാനം കൊടുത്ത ആള് ബുധന് ബലം വേണം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവർക്ക് ബലമുണ്ടെങ്കിൽ വൃശ്ചികന് പൂർണ്ണ അവസ്ഥയെ പറയാം. പൂർണ്ണ അവസ്ഥ പറയാമെന്നാണ്. പൂർണ്ണ അവസ്ഥ നന്നായിരിക്കും. വന്ന കാര്യം ഉദ്ദേശിച്ച കാര്യം നന്നായിരിക്കും.
അതല്ലെങ്കിൽ വളരെ മോശമായിരിക്കും എന്നും പറയും. ഇത് ഒറ്റ നോട്ടത്തിൽ പറയുന്നതാണ്. കാര്യം നടക്കുമോ നടക്കൂലയോ എന്നുള്ളത് പെട്ടെന്ന് പറയുന്നതാണ്. ബാക്കിയൊക്കെ ഗ്രഹനില നോക്കി പറയണം. ഇത്രയും കൊണ്ട് മാത്രം പറയാം എന്നുള്ളതല്ല. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആരൂഢാധിപൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ആരൂഢം വെച്ച് കഴിഞ്ഞാൽ ആ ആരൂഢത്തിന്റെ അധിപൻ. താമ്പൂല ആരൂഢം എടുക്കണമെങ്കിൽ അതിന്റെ അധിപൻ, ആ രാശിയുടെ അധിപൻ, ആരൂഢം വരുന്ന രാശിയുടെ അധിപൻ. അത് ലഗ്നാധിപൻ, സൂര്യൻ, ചന്ദ്രൻ, ഇത്രയും പേർക്ക് ഉച്ചം, സ്വക്ഷേത്രം തുടങ്ങിയ നല്ല ബലം വേണം. തുടങ്ങിയ ബലം നിൽക്കുന്ന രാശി ബലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം തുടങ്ങിയ വകയും ആകാം. അതോടൊപ്പം 6, 8, 12 പോകാതെ ഇരിക്കണം. സ്ഥാനബലവും ആകാം. പിന്നെ ഇവര് നിൽക്കുന്ന രാശിയുടെ അധിപനും അതുപോലെ ബലമുണ്ടെങ്കിൽ വൃശ്ചകന് പൂർണ്ണ അവസ്ഥയെ പറയാം. അല്ലെങ്കിൽ ദോഷവും പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ സൃഷ്ടാവിന് സകലവിധ പ്രയാസവും ഉണ്ടാകുമെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂര്യൻ നിൽക്കുന്നത് കന്നിരാശി. ഇന്നത്തെ ഗ്രഹനിലയിൽ സൂര്യൻ നിൽക്കുന്നത് കന്നിരാശി. കന്നിരാശിയുടെ അധിപൻ ബുധൻ ബലവാനായി അവിടെ തന്നെ നിൽപ്പുണ്ട്, ഉച്ചസ്ഥാനായിട്ട്. അപ്പോഴും സൂര്യന് ബലമുണ്ടെന്ന് അർത്ഥം. അത് കഴിഞ്ഞിട്ട് ലഗ്നം മേടം എന്ന് കരുതുക. ലഗ്നാധിപൻ നിൽക്കുന്നത് മിഥുനം രാശിയിൽ. മിഥുനത്തിന്റെ അധിപന വീണ്ടും ബുധന് ബലമുണ്ട്, നന്നായിരിക്കും. അങ്ങനെ എടുക്കണം. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്, രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് പഠിക്കാം. ആരൂഢേശേ ബലവിരഹിതേ രന്ധ്രവേ വീര്യയുക്തേ തസ്മിൻ കാലേ വിപതിതാം ജായകതേ വൃശ്ചകസ്യ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരൂഢാധിപന് ബലമില്ലാതെയും 8ാം ഭാവാധിപന് ബലം കൂടി നിൽക്കുന്ന സമയം നല്ലതല്ല. ആരൂഢാധിപന് ബലമില്ലാതെയും 8ാം ഭാവപതിക്ക് ബലം കൂടിയും നിൽക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല. തസ്മിൻ കാലേ വിപതിതതാം ജായതേ വൃശ്ചകസ്യ. വൃശ്ചകന് ആ കാലഘട്ടം ദോഷമായിരിക്കും എന്നാണ് പറയുന്നത്. ആരൂഢാധിപന് ബലമില്ലാതെയും അതിനേക്കാൾ നല്ല ബലം അഷ്ടമാധിപന് വരികയും ചെയ്യരുത്. ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യം. ഒരു പ്രശ്നം വെച്ചിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള വിഷയങ്ങളാണ്. ആരൂഢാധിപൻ ബലമില്ലാതെയും ലഗ്നാധിപ 8ാം ഭാവാധിപന് ബലം ഏറിയും വരിക എങ്കിൽ നല്ലതല്ല. ഇനി ചില പ്രശ്നങ്ങളിൽ നമ്മൾ ലഗ്നത്തിനെ കൊണ്ട് ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ ലഗ്നാധിപനെ എടുക്കാം. ആരൂഢാധിപന് ബലമില്ലാതെയും അഷ്ടമാധിപന് ബലം കൂടിയും വരുന്നത് സമയം വൃശ്ചകന് ദോഷ സമയമാണ്. സകലവിധമായ ദോഷങ്ങളും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നത്തിലാണെങ്കിൽ വളരെ വിഷമമാണ്. ഇത് കൂടുതലും ആരോഗ്യ പ്രശ്നമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കൂടുതലും ആരോഗ്യ പ്രശ്നം, രോഗപ്രശ്നമാണ് കൂടുതലും പഠിക്കാൻ പോകുന്നത്. രോഗപ്രശ്നവും അതോടൊപ്പം ബാക്കി കാര്യവും ചിന്തിച്ചുകൊള്ളാം. ആരൂഢേശ ബലവിരഹിതേ രന്ധ്രവേ വീര്യയുക്തേ തസ്മിൻ കാലേ വിപതിതതാം ജായതേ വൃശ്ചകസ്യ. ആരൂഢാധിപന് ബലമില്ലാതെയും അഷ്ടമാധിപന് ബലം ഏറിയും വരുന്ന ഒരു പ്രശ്നത്തിൽ ആ കാലഘട്ടം എന്ന് വെച്ചാൽ കുറച്ച് കാലം, ഈ പ്രശ്നത്തിന് ഒരുപാട് കാലമൊന്നുമില്ല, കുറച്ച് കാലഘട്ടം, 1 വർഷമോ കാലഘട്ടമൊക്കെ പറഞ്ഞാൽ മതി. കാലഘട്ടത്തേക്ക് അദ്ദേഹത്തിന് ദോഷ സമയമാണ് എന്ന് പറയണം. ഇനി ആരൂഢാധിപനും 9ാം ഭാവാപതിക്കും ബലം ഏറിയും 6, 8, 12 ബലം കുറഞ്ഞും ഇരിക്കുന്നത് വളരെ നല്ലതാണ്, ഭാഗ്യകാലം എന്നർത്ഥം. ഇതും ഇതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ്. എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും പഠിക്കുന്നതാണ്. ലഗ്നാൽ പുത്രകളത്രവേ ശുഭപതി പ്രാപ്തേ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓരയിൽ 21-1 ലഗ്നത്തിന്റെ തുല്യ പ്രാധാന്യം ശുഭപതി എന്നാണ്. 9ാം ഭാവപതിയെ ശുഭപതി എന്നാണ് പറയാറുള്ളത്. 9ാം ഭാവപതിയെ ശുഭപതി എന്ന് പറയും. 9ാം ഭാവപതി പാപഗ്രഹമായിരുന്നാലും അതിനെ ശുഭനായിട്ടാണ് കണക്കാക്കാറുള്ളത്.
ഇപ്പോ എന്ന് പറഞ്ഞാൽ ധനു ലഗ്നം, ധനു ലഗ്നത്തിന് 9ാം ഭാവം എന്ന് പറയുന്നത് ചിങ്ങമാണ്. ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ധനു മുതൽ പെട്ടെന്ന് എണ്ണണം. ധനു മകരം, കുംഭം മീനം, മേടം ഇടവം, മിഥുനം കർക്കടകം, ചിങ്ങം ആകുമ്പോൾ 9. അപ്പോൾ ധനു ലഗ്നക്കാരന് 9ാം ഭാവപതി സൂര്യൻ. പാപനായിരുന്നാലും ശുഭന്റെ, പക്ഷെ നീചമൊന്നും വരരുത്. നീചവും അനിഷ്ടസ്ഥിതിയും വന്നാൽ കുഴപ്പം ചെയ്യും, ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂല. അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടുന്നതാണ്. 9ാം ഭാവപതിയെ ശുഭപതി എന്നാണ് പറയുന്നത്. അപ്പോൾ ആരൂഢാധിപനും 9ാം ഭാവപതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും 9ാം ഭാവപതി എന്തിനു വിളിച്ചു എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് അത് പറയാൻ കാര്യം. ആരൂഢാധിപനെയും വേറെ ഒരു ഭാവത്തിനെയും വിളിച്ചില്ലല്ലോ. 9ാം ഭാവപതി 10നെ വിളിച്ചില്ല. 10ലെ കർമ്മസ്ഥാനം. 4 വിളിക്കണം മാതൃസ്ഥാനം, അതൊന്നും വിളിച്ചിട്ടില്ല. 5നെ വിളിച്ചിട്ടില്ല. 9ന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. 9ഉം 5ഉം തുല്യം തന്നെ. 1ഉം 5ഉം 9ഉമാണ് ഏറ്റവും പ്രധാനം. അതില് ആരൂഢാധിപനും 9ാം ഭാവപതിക്കും ബലം കൂടിയും അനിഷ്ടഭാവങ്ങളായ 6, 8, 12ന് ബലം കുറഞ്ഞും ഇരിക്കുന്ന കാലം നന്നായിരിക്കും. അനിഷ്ടനാഥന്മാർക്ക് ബലമില്ല, പ്രധാനപ്പെട്ട ഭാവത്തിന് ബലമുണ്ട്. ആ കാലഘട്ടവും നന്നായിരിക്കും. എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൂടിയിട്ട് നോക്കാം. ഇത്രയും എഴുതിയിട്ട് ഒരു എക്സാമ്പിൾ എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പഠിച്ചത് ആരൂഢാധിപൻ എന്ന് വെച്ചാൽ ആരൂഢത്തിന്റെ അധിപനായ ഗ്രഹം. ലഗ്നാധിപൻ, ലഗ്നത്തിന്റെ അധിപനായ ഗ്രഹം. സൂര്യൻ, ചന്ദ്രൻ. സൂര്യൻ ആത്മാവ്, ചന്ദ്രൻ ശരീരവും മനസ്സും. അതാണ് അങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും പിടിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യവും പഠിച്ചിട്ടുണ്ട്. പ്രശ്നം വയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ്. സൂര്യനും ചന്ദ്രനും അതിന് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും വളരെ സ്ഥാനമാനങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും വിളിച്ചത്. ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് വ്യാഴത്തിനെ വിളിച്ചില്ല? വ്യാഴം സർവേശ്വര കാരകത്വം ഉണ്ടല്ലോ. അതല്ല, സൂര്യൻ ആത്മാവും ജീവനുമാണ്. ചന്ദ്രൻ മനസ്സും ശരീരവും രക്തവും പിന്നെ എല്ലാത്തിന്റെ ആളാണ്. രക്തത്തിന്റെ ആളാണ്, ശരീരത്തിലെ ജലാംശത്തിന്റെ ആളാണ്, മനസ്സിന്റെ ആളാണ്, പിന്നെ ശരീരപുഷ്ടിയുടെ ആളാണ്. ഇങ്ങനെ വളരെ കാര്യങ്ങളുണ്ട് ചന്ദ്രന്. അപ്പോൾ ചന്ദ്രനും സൂര്യനും ലഗ്നാധിപനും ആരൂഢാധിപനും ബലം വേണം. അവർ നിൽക്കുന്ന രാശിയുടെ അധിപന്മാർക്കും ബലമുണ്ടെങ്കിൽ ആ കാലഘട്ടം നന്നായിരിക്കും. വൃശ്ചികന് നല്ല അനുഭവങ്ങൾ വരും എന്നർത്ഥം. ഇവർക്ക് ബലമില്ലാതെ വന്നാൽ ദോഷ അനുഭവവും വരും. അടുത്ത് പറയുന്നത് ആരൂഢാധിപന് ബലം കുറഞ്ഞും അഷ്ടമാധിപന് ബലം കൂടിയും ഇരിക്കരുത്. അങ്ങനെ വന്നാൽ ആ കാലഘട്ടം വളരെ ദോഷമായ കാലഘട്ടമായിരിക്കും. ഇനി അടുത്തത് ആരൂഢാധിപനും 9ാം ഭാവാധിപനും ബലം ഏറിയും 6, 8, 12ന് ബലം കുറഞ്ഞിരിക്കുന്ന സമയവും നന്നായിരിക്കും എന്നാണ്. ഇത്രയും പഠിച്ചു. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഇടുമ്പോൾ, ഒരു എക്സാമ്പിൾ, പഴയ ഒരു എക്സാമ്പിൾ കിടപ്പുണ്ട്, അതും കൂടി നോക്കുമ്പോൾ മനസ്സിലാക്കി. ഇത്രയും ഒന്ന് എഴുതണം. അന്ന് എഴുതിയതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. പ്രശ്നമാർഗം 8ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ 4ാമത്തെ പ്രമാണത്തിന്റെ അർത്ഥമാണ് ഇപ്പോൾ എഴുതാൻ പോണത്. 4ഉം 6ഉം. ആരൂഢാധിപൻ, ലഗ്നാധിപൻ, ആരൂഢാധിപൻ, ലഗ്നാധിപൻ, ചന്ദ്രൻ, സൂര്യൻ എന്നിവർക്ക് ബലം കൂടിയും കൂടി വരണം. ബലം കൂടുതലായി വരണം. അതാണ് കൂടി വരണമെന്ന് പറഞ്ഞത്. കൂടി വരിക എന്നുള്ള അർത്ഥമല്ല, നമ്മളെ കൂടി ഇറങ്ങി വരിക എന്നുള്ള അർത്ഥമല്ല. ബലം കൂടുതൽ വരണം. കൂടാതെ ഇവർ നിൽക്കുന്ന രാശി അധിപന്മാർക്കും ബലം വരണം. ഇവർ നിൽക്കുന്ന രാശി അധിപന്മാർക്കും ബലം വരണം. എങ്കിൽ ആ കാലഘട്ടം എങ്കിൽ വൃശ്ചികന്
വൃശ്ചകന് വന്ന കാര്യസാധ്യം പരിപൂർണത പറയാം. വന്ന കാര്യസാധ്യത്തെക്കുറിച്ച് പൂർണത പറയാം. പൂർണത പറയാം. ഇവർക്കൊന്നും ബലമില്ലെങ്കിൽ ദോഷവും പറയണം. ഇവർക്കൊന്നും ബലമില്ലെങ്കിൽ ദോഷവും പറയണം. ബലം എന്ന് പറയുമ്പോൾ സ്വക്ഷേത്രം, ഉച്ചം, മൂലത്രികോണം തുടങ്ങിയ സ്ഥിതികളും, ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം തുടങ്ങിയ സ്ഥിതികൾ വരാം. ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം തുടങ്ങിയ സ്ഥിതികൾ വരാം. 6, 8, 12 സ്ഥിതി വരാതെയും ഇരിക്കണം. 6, 8, 12 സ്ഥിതി വരാതെയും ഇരിക്കണം. 6, 8, 12 സ്ഥിതി വരാതെയും ഇരിക്കണം. സാർ, ഇവിടെ ഈ കർക്കിടകം ആരൂഢമായിട്ട് വരിക, അതിന്റെ ആരൂഢാധിപൻ ചന്ദ്രൻ തുലാത്തിലും വരിക, അങ്ങനെ വരുമ്പോ ഈ ആരൂഢാധിപന് ബലം ഉണ്ടാവുമോ? ഉണ്ട്. ഒന്ന് കേന്ദ്രത്തിലാണ് വന്നിട്ടുള്ളത്. ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയധിപൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് സ്വക്ഷേത്രാണ്. അതുകൊണ്ട് ഒന്ന് നിൽക്കുന്നത് കേന്ദ്രത്തിലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സൂര്യന്റെ അടുത്താണ് വരുന്നത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സൂര്യന്റെ അടുത്ത് വരുമ്പോൾ ശുക്ലപക്ഷ ചതുർത്ഥിയൊക്കെ വരും. തൃതീയ ചതുർത്ഥിയിലൊക്കെ വരും. വിശാഖമാണെങ്കിൽ ചതുർത്ഥിയിൽ വരും. ഏകാദശിയാണെങ്കിൽ തൃതീയയിൽ വരും. ശുക്ലപക്ഷ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ചാണ് പറഞ്ഞത്. ചോതിയാണെങ്കിൽ തൃതീയയിൽ വരും. വിശാഖമാണെങ്കിൽ ചതുർത്ഥിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ അടുത്തൊക്കെ വരും. അപ്പോഴത് വരുന്നത് ഒന്ന് കേന്ദ്രത്തിൽ വന്നു, അത് നല്ലതാണ്. ലഗ്നാധിപൻ കേന്ദ്രത്തിൽ വന്നു. അവിടെ കൂടെ നിൽക്കുന്ന ആള്, ആ ചന്ദ്രന് സ്ഥാനം കൊടുത്ത ആളിന് ബലമുണ്ട്. അവിടെ തന്നെ നിൽപ്പുണ്ട്. അതാണ് നല്ലതാണ്. അപ്പൊ ഇവിടെ എല്ലാം കൂടി ഒരുമിച്ച് വന്നു. ലഗ്നാധിപനും ചന്ദ്രനും കൂടി ഒരുമിച്ച് വന്നു. ലഗ്നാധിപനും ചന്ദ്രനെ എടുക്കുമ്പോഴും ചന്ദ്രനും ബലമുണ്ട്. ചന്ദ്രന് ബലം തീരെ കുറവെന്ന് പറയില്ല. ശുക്ലപക്ഷത്തിൽ വന്നു കഴിഞ്ഞത് കൊണ്ട് പക്ഷബലം തുടങ്ങി കഴിഞ്ഞു. വലിയ കുഴപ്പമില്ല. കൂടെ നിൽക്കുന്ന ആളും കൊള്ളാം. പിന്നെ അവിടെ വേറെ പാപബന്ധങ്ങൾ, രാഹുകേതുക്കളോ സൂര്യനോ ചൊവ്വയുടെ ദൃഷ്ടിയോ യോഗമോ ശനിയുടെ യോഗ ദൃഷ്ടികളോ ഒന്നും ചന്ദ്രനില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പം ചെയ്യില്ല. ഈ മാന്നിയുടെ യോഗം വന്നാൽ ദോഷമാണോ? മാന്നി പ്രശ്നത്തില് മാന്നിക്ക് സ്ഥാനമുണ്ട്. അത് നമുക്ക് ഇപ്പൊ പഠിക്കാം. നമുക്ക് ഇന്ന് തന്നെ, ചിലപ്പോൾ ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരും. മാന്നി വിശദമായിട്ട് പഠിക്കാം. മാന്നിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാന്നൊക്കെ വിശദമായിട്ട് പഠിക്കാം. മാന്നി രാശീശന് പ്രശ്നത്തില് മാന്നി രാശീശനാകുന്നത് നല്ലതല്ല. എടപ്പാളല്ലേ, എടപ്പാടി അങ്ങനെ വരണം. 6, 8, 12 പോകരുത് എന്നാണ് നമ്മൾ എഴുതിയത്. അടുത്തത് അതാണ് ബലം എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെന്റൻസ് 6ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം വേണമെങ്കിൽ ചില ശ്ലോകങ്ങൾ പഠിക്കാൻ എളുപ്പവും രസവും തോന്നും. അതിനെ അങ്ങ് പഠിച്ചു വെക്കുക.
6ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വരി അവിടെ വിട്ടിട്ട് എഴുതി എടുത്തോണ്ടാൽ മതി. ആരൂഢാധിപന് ബലമില്ലാതെയും ആരൂഢാധിപന് ബലമില്ലാതെയും അഷ്ടമാധിപന് ബലം കൂടിയും വരുന്ന കാലഘട്ടം, അഷ്ടമാധിപന് ബലം കൂടിയും വരികയാണെങ്കിൽ ആ കാലം വൃശ്ചകന് ആപത്ത് കാലം എന്ന് പറയണം. ആ കാലം വൃശ്ചകന് ആപത്ത് കാലം എന്ന് പറയണം. ആപത്ത് കാലം എന്ന് പറയണം. അടുത്ത സെന്റൻസ്. ആരൂഢാധിപനും 9ാം ഭാവപതിക്കും ബലം കൂടിയും ആരൂഢാധിപതിക്കും 9ാം ഭാവപതിക്കും ബലം കൂടിയും ആറ്, 8, 12 ഭാവാധിപന്മാർക്ക് ബലം കുറഞ്ഞും ഇരിക്കുന്ന കാലം. 6, 8, 12 ഭാവപതിമാർക്ക് ബലം കുറഞ്ഞും ഇരിക്കുന്ന കാലം. ബലം കുറഞ്ഞും ഇരിക്കുന്ന കാലം. വൃശ്ചകന് ഗുണകരമായിരിക്കും. വൃശ്ചകന് ഗുണകരമായിരിക്കും. ആരൂഢത്തിന് അല്ലെങ്കിൽ ലഗ്നത്തിന് തുല്യബലം 9ാം ഭാവത്തിനുണ്ട്. ആരൂഢത്തിന് അല്ലെങ്കിൽ ലഗ്നത്തിന് നൽകുന്ന തുല്യബലം ആരൂഢത്തിന് അല്ലെങ്കിൽ ലഗ്നത്തിന് നൽകുന്ന തുല്യബലം 9ാം ഭാവത്തിന് ഉണ്ട്. ഒൻപതാം ഭാവത്തിനുണ്ട്. 5ാം ഭാവത്തിന് ഉണ്ടാവില്ലേ സാർ അങ്ങനെ ആകുമ്പോൾ? 5ാം ഭാവത്തിന് അത്രത്തോളം പറയുന്നില്ല. 5-ന് ഉണ്ടെങ്കിലും എഴുതിക്കൊള്ളും. കോരയിൽ 21-ൽ 1 ഫസ്റ്റ് ലൈൻ. കോരയിൽ 21-ൽ 1 ഫസ്റ്റ് ലൈൻ. ഇങ്ങനെ സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഓരോ വരി അങ്ങ് പഠിച്ചു വെച്ചാൽ അത് അവിടെ അങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ച പോലെ ഇരിക്കും. അല്ല, ഒരുമിച്ച് പഠിക്കാൻ നോക്കിയാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. അവിടെ ആയിട്ട് സാറുമാർ പറഞ്ഞുതരും, ഇതിനെ ഒന്ന് വായിച്ചു വയ്ക്കുന്ന പറയും. ഒരു പ്രാവശ്യം വായിക്കും, അത് 2 പ്രാവശ്യം വായിക്കും, അതങ്ങ് മനസ്സിലായി നിൽക്കും. ലഗ്നാതെന്നോ ലഗ്നാലെന്നോ പറയാം. ലഗ്നാലെന്നും ലഗ്നാതെന്നും ബുക്കിൽ പറയാറുണ്ട്. ലഗ്നാൽ പുത്ര കളത്രപേ ശുഭപതി പ്രാപ്തേ. ലഗ്നാത് അല്ലെങ്കിൽ ലഗ്നാൽ പുത്ര കളത്രപേ ശുഭപതി പ്രാപ്തേ. ശുഭപതി പ്രാപ്തേ. അതാണ് ആ ശ്ലോകത്തിന്റെ ഒരു വരി. അതായത് അതിൽ പറയുന്നത് ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ലഗ്നാധിപനോ 9ാം ഭാവാധിപനോ നിൽക്കുകയോ നോക്കുകയോ ചെയ്യുന്ന ഭാവങ്ങളൊക്കെ നന്നായിരിക്കും എന്നാണ്. ലഗ്നാധിപൻ എവിടെയെങ്കിലും നോക്കുക അല്ലെങ്കിൽ നിൽക്കുക, അതുപോലെ 9ാം ഭാവപതി എവിടെയെങ്കിലും നിൽക്കുക നോക്കുക എങ്കിൽ നന്നായിരിക്കുന്നതാണ്. വേറെ ആരെയും അവിടെ വിളിച്ചിട്ടില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. 9ാം ഭാവപതി പാപനായിരുന്നാലും ദോഷമില്ല. 9ാം ഭാവപതി പാപനായിരുന്നാലും ദോഷമില്ല. അടുത്ത സെന്റൻസ്. ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളു.
ഒരു പഴയ എക്സാമ്പിളാണ് അത്. ഇനിയിപ്പോൾ അത് മതി. ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ കൂടി ഇട്ട് പോയാലേ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ചുമ്മാ എന്തോ പഠിച്ചുകൊണ്ട് പോയത് പോലെ തോന്നും. 7/11/2019 8:59 AM. 7/11/2019 8:59 AM. 9 മണി തന്നെ, 9 മണി എന്നിട്ടുണ്ടാ മതി. ഗ്രഹനില വരച്ചോളണം, വേറെ ഒന്നും വേണ്ട. ഗ്രഹനില വരയ്ക്കണം. മിഥുനത്തില് രാഹു, മിഥുനത്തില് രാഹു, കന്നിയില് ചൊവ്വ, തുലാത്തില് രവി, വൃശ്ചികത്തില് ശുക്രനും ബുധനും, ധനുവില് ഗുരുവും ശനിയും, ഗുരു ശനി കേതു മാങ്ങി, മകരം ലഗ്നം. മകരം ലഗ്നം വരില്ലല്ലോ. 8:59 ലഗ്നം വേണ്ടല്ലോ. മകരമല്ല, വൃശ്ചികമാണ് ലഗ്നം. മകരമല്ല, വൃശ്ചിക ലഗ്നം. കുംഭത്തില് ചന്ദ്രൻ. ഇത്രയും മതി. ചിങ്ങം ആരൂഢം. ഒന്നുകൂടെ പറയാം. മിഥുനം രാഹു, ചിങ്ങം ആരൂഢം, കന്നി ചൊവ്വ, തുലാം രവി, വൃശ്ചികം ശുക്രൻ ബുധൻ ലഗ്നം, ധനു ഗുരു ശനി കേതു മാന്നി, കുംഭത്തില് ചന്ദ്രൻ. ഇവിടെ നോക്കണം, ആരൂഢാധിപനാര്? ആദിത്യന് ബലമില്ല. ആരൂഢത്തിന് ബലമില്ല. അഷ്ടമാധിപൻ എന്ന് പറയുമ്പോൾ അഷ്ടമത്തിന്റെ അധിപൻ, അഷ്ടമത്തിൽ നിൽക്കുന്ന ആളല്ല, അഷ്ടമാധിപൻ വ്യാഴം. സ്വക്ഷേത്ര ബലവാനാണ്. അതിന് ശനിയുടെ യോഗമുണ്ട്, അതൊക്കെ വേറെ വിഷയം. പക്ഷെ ബലമുണ്ടല്ലോ, സ്വക്ഷേത്രത്തിലല്ലേ നിൽക്കുന്നത്. അപ്പോഴേ ആരൂഢാധിപന് ബലം കുറഞ്ഞും അഷ്ടമാധിപന് ബലം കൂടിയും വരരുത് എന്നുള്ളതാണ്. അത്രയും നല്ലതല്ല എന്നുള്ള ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആരൂഢാധിപന് ബലം കുറഞ്ഞും അഷ്ടമാധിപന് ബലം കൂടിയും ഇരിക്കുന്ന സമയം വൃശ്ചികന് നല്ലതല്ല എന്നർത്ഥം. ഇനി ആരൂഢാധിപൻ, അടുത്ത് രണ്ടാമത് നമ്മൾ പഠിച്ചെന്തോന്ന്? ആരൂഢാധിപൻ സൂര്യന് ബലമില്ല. ചന്ദ്രൻ 12ാം ഭാവപതിയാണ്, ചന്ദ്രന് ബലമുണ്ട്. ആരൂഢാധിപൻ ലഗ്നാധിപൻ ശനി 5ൽ നിൽപ്പുണ്ട്, ശനിക്ക് ബലമുണ്ട്, കുഴപ്പമില്ല. ആരൂഢാധിപന് ബലമില്ല, ലഗ്നാധിപന് ബലം ഉണ്ട്, കുഴപ്പമില്ല. ചന്ദ്രനും ബലമുണ്ട്, സൂര്യന് ബലമില്ല. അപ്പോൾ പകുതി 50-50. ആരൂഢാധിപനും സൂര്യനും ഒരേ ആളാണ്. നമ്മളിപ്പോ പഠിച്ചത് ആരൂഢാധിപൻ ആരൂഢാധിപൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ സൂര്യൻ ഉദയലഗ്നാധിപൻ. ആരൂഢാധിപൻ ലഗ്നാധിപൻ സൂര്യൻ ചന്ദ്രൻ, ഇത്രയും പേർക്ക് ബലം വേണം. ഇവിടെ ആരൂഢാധിപന് ബലമില്ല, സൂര്യനും ബലമില്ല, രണ്ടുപേര് പോയി. ചന്ദ്രനും പിന്നെ ലഗ്നാധിപനും ചന്ദ്രനും ബലമുണ്ട്. ലഗ്നാധിപന് ബലമുണ്ട് പറയാം, കുഴപ്പമില്ല. ചന്ദ്രനും ബലമുണ്ട് പറയാം. അപ്പോഴും 50-50 അങ്ങനെ വരുള്ളൂ. അല്ല പഠിക്കുന്നതെല്ലാം അതുപോലെ വരൂല. നമ്മൾ പറഞ്ഞത് ആരൂഢാധിപൻ ഉദയലഗ്നാധിപൻ ചന്ദ്രൻ സൂര്യൻ എന്നിവർക്ക് ബലമുണ്ടെന്ന്. ഇത് 4 പേർക്കും ലഗ്നാധിപൻ ചൊവ്വയല്ലേ സാറേ? ലഗ്നാധിപൻ ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് ബലമില്ല. ലഗ്നാധിപൻ ചൊവ്വ ലഗ്നാധിപൻ ചൊവ്വ മകരമല്ല. ലഗ്നാധിപൻ ചൊവ്വയ്ക്ക് ബലക്കുറവ്. ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ബലക്കുറവ് തന്നെ പറയണം. നീചം കഴിഞ്ഞാൽ അടുത്ത ശത്രുക്ഷേത്രമാണ്. ബലമില്ല. അപ്പോഴും മാക്സിമം ബലമില്ല. ചന്ദ്രന്റെ ബലം മാത്രമേ ഉള്ളൂ. ചന്ദ്രന് ബലമുണ്ട്. ശുക്ലപക്ഷ ചന്ദ്രൻ 7ൽ നിൽക്കുന്നു. പിന്നെ 12ാം ഭാവപതി എന്നൊരു കുഴപ്പമുണ്ട്, അതൊരു പ്രശ്നമില്ല.
അപ്പോൾ നല്ലൊരു സമയമല്ല എന്ന് തന്നെ പറയണം. പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതുപോലെ എല്ലാ പോയിന്റും അതുപോലെ ഒരിക്കലും വരില്ല. കുറച്ച് പോസിറ്റീവും കുറച്ച് നെഗറ്റീവും വരുള്ളൂ. ഇവിടെ നെഗറ്റീവ് ആണ് കൂടുതൽ. ആരൂഢാധിപന് ബലമില്ല, സൂര്യന് ബലമില്ല, പിന്നെ ലഗ്നാധിപന് ബലമില്ല, പിന്നെ ചന്ദ്രന് മാത്രം ബലമുണ്ട്. അങ്ങനെ വന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒന്നുകൂടി ഒന്ന് എഴുതാം. ഈ ഗ്രഹനിലയിൽ ആരൂഢാധിപൻ സൂര്യന് ബലമില്ല. ആരൂഢാധിപൻ സൂര്യന് ബലമില്ല. അഷ്ടമാധിപൻ വ്യാഴം സ്വക്ഷേത്ര ബലവാനാണ്. അഷ്ടമാധിപൻ വ്യാഴം സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് ഈ കാലഘട്ടം അത്ര നല്ലതല്ല. ഇത് ഒന്നാമത്തെ പോയിന്റ്. ഇനി 2. ആരൂഢാധിപൻ സൂര്യൻ ചന്ദ്രൻ, ആരൂഢാധിപൻ ലഗ്നാധിപൻ സൂര്യൻ ചന്ദ്രൻ ഇവരിൽ ആരൂഢാധിപൻ ലഗ്നാധിപൻ സൂര്യൻ ചന്ദ്രൻ ഇവരിൽ ആരൂഢാധിപൻ ലഗ്നാധിപൻ സൂര്യൻ ചന്ദ്രൻ ഇവരിൽ ആരൂഢാധിപനും ലഗ്നാധിപനും സൂര്യനും ബലമില്ല. സൂര്യനും ബലമില്ല. ചന്ദ്രന് ബലമുണ്ട്. ചന്ദ്രന് ബലമുണ്ട്. ഈ രീതിയിൽ നോക്കിയിരുന്നാലും വൃശ്ചികന് നല്ല സമയമല്ല. ഈ രീതിയിൽ നോക്കിയിരുന്നാലും വൃശ്ചികന് നല്ല സമയമല്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം. ഇനി അടുത്തൊരു പ്രധാന വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. 11ാമത്തെ പ്രമാണം. നിങ്ങൾ സാധാരണയായിട്ട് സാധ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഈ മൗഢ്യം എങ്ങനെയാണ്, വക്രം എങ്ങനെയാണ്, ബാല്യം മൗഢ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിനെ പ്രശ്നമാർഗത്തിൽ അത് ഭംഗിയായിട്ട് പറയുന്നുണ്ട്. മൗഢ്യം വരുമ്പോഴുള്ള സ്ഥിതി, മൗഢ്യം കഴിഞ്ഞാലുള്ള സ്ഥിതി. മൗഢ്യം വളരെ ക്ലിയർ അറിഞ്ഞിരിക്കണം. മൗഢ്യവും വക്രവും. സൗണ്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇല്ല. ഇവിടെ നല്ല മഴ, പുറത്ത് നല്ല മഴയാകുമ്പോൾ സൗണ്ട് ഇങ്ങനെ കൂടുതൽ അടിക്കൂല. സൗണ്ട് കൂടുതൽ ഇങ്ങനെ അകത്ത് വരൂല. എന്നാലും ചോദിച്ചതാണ്. ഇല്ല, വലിയ കുഴപ്പമില്ല. ഞാൻ ചേർത്ത് വെച്ച് തന്നെ പറയുന്നു. അതായത് ഒരു ഗ്രഹത്തിന് 7 അവസ്ഥകൾ പറയാറുണ്ട്. ആ അവസ്ഥകളൊന്ന് ക്ലിയർ അറിഞ്ഞിരിക്കണം. ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ അത് ഒന്ന് മനസ്സിലാക്കി നിർത്തിയാലേ പറ്റുള്ളൂ. അതായത് മൗഢ്യം എന്ന് പറയുന്നത് സൂര്യന്റെ കമ്പസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അസ്തംഗം എന്നൊക്കെ പറയും തമിഴ് ഭാഷയിൽ. പ്രോക്സിമിറ്റി ടു സൺ, സണ്ണിന്റെ അടുത്ത് വരിക, സൂര്യന്റെ പ്രഭാവം ഉണ്ടാവുക, അല്ലെങ്കിൽ സൂര്യന്റെ സാമീപ്യം. അതാണ് കറക്റ്റ് വാക്ക്. പ്രോക്സിമിറ്റി, സാമീപ്യം. സൂര്യന്റെ സാമീപ്യം ഏതെങ്കിലും ഒരു ഗ്രഹത്തിന് വരികയാണെങ്കിൽ ആ ഗ്രഹത്തിന്റെ പവർ നഷ്ടപ്പെടും. അതിനെയാണ് മൗഢ്യം എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക രീതിയൊക്കെ പറയുന്നുണ്ട്. അത് ഇന്നൊരു ക്ലാസ്സിൽ നോക്കാം. ഓരോ ഗ്രഹത്തിനും ഓരോ ഡിഗ്രി ഉണ്ട് സൂര്യനിൽ നിന്നും. അവിടെ വരുമ്പോൾ അതിന് മൗഢ്യം സംഭവിക്കും. മൗഢ്യം ഒരു ദോഷം തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സൂര്യന്റെ, അതാണ് നമ്മൾ പറഞ്ഞത്, സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസമാണ്. ചന്ദ്രന്റെ കൂടെ ഒരു ഗ്രഹം വന്നാൽ അതിന് ബലം കൂടുമെന്നാണ് പറയുന്നത്. സമാഗമം, ചന്ദ്രനുമായിട്ട് സമാഗമം വന്നാൽ അതിന് ബലം കൂടും. സൂര്യന്റെ അടുത്ത് വന്ന് ചാടിക്കൊടുത്താൽ പോക്ക്. ആ ഒരു കാര്യവുമാണ് സൂര്യനെ നമ്മൾ ഒരു പാപഗ്രഹം എന്ന് പറയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നത്. അതാണ് സൂര്യന്റെ അടുത്ത് ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിന്റെ പവർ നഷ്ടപ്പെടും. അതിനൊരു അനുഗ്രഹം കിട്ടുന്നില്ല.
അപ്പോൾ ഒരു ഗ്രഹം മൗഢ്യം കഴിഞ്ഞ് ഉദിക്കുന്ന ദിവസം, മൗഢ്യം തീർന്നു എന്ന് കണക്കാക്കുക. മൗഢ്യം മനസ്സിലാക്കാൻ പഞ്ചാംഗത്തിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, മൗഢ്യം വരുന്ന സമയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് പറഞ്ഞുതരാം. മൗഢ്യം തീരുന്ന കഴിഞ്ഞ് ഉദിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ മൗഢ്യം തീരുന്ന ദിവസം, ഒരു ദിവസം മൗഢ്യം തീർന്ന് ഒരു ദിവസത്തേക്ക് ബാല്യം, ഗ്രഹം ഉദിക്കുന്ന ദിവസം അതിബാലൻ എന്ന് പറയും. അതിബാലൻ എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിന്റെ കൊച്ചു കുഞ്ഞായിട്ട് മാറും എന്നുള്ള അർത്ഥമല്ല. അതിബാലൻ എന്ന് പറഞ്ഞാൽ അതിബാലന്റെ അവസ്ഥ വരും ആ ഗ്രഹത്തിന്. അതിബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത അവസ്ഥ, ഒരു അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊച്ചു കുഞ്ഞിന്റെ അവസ്ഥ. അതിനെ പാല് കൊടുത്താൽ കുടിക്കും, അതിനെ കിടത്തിയാൽ അത് കിടക്കും, കയ്യിലെടുത്ത് വെച്ചിരുന്നാൽ കയ്യിലിരിക്കും, നുള്ളി നോവിച്ചാൽ കരയും. അങ്ങനെ ഒരു അവസ്ഥ, ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഗ്രഹത്തിനെ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങളൊന്നുമില്ല. ഒരു ഗ്രഹത്തിന് ഒരു നേട്ടവും ഇല്ലാത്ത അവസ്ഥ എന്നർത്ഥം. ഇത് ജാതകത്തിലും പ്രശ്നത്തിലും പറയണം. മൗഢ്യം കഴിഞ്ഞു ഉദിക്കുന്ന ദിവസം അതിബാലൻ. ഇനി മൗഢ്യം കഴിഞ്ഞ് 7 ദിവസം ബാലൻ. കുറച്ചുകൂടി മാറും, അതിബാലന്റെ അവസ്ഥ മാറി ബാല്യ അവസ്ഥ വരും. ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ കണ്ടില്ലേ ഓടി കളിച്ച് ചാടി നടക്കുന്നത്, ഒരു പക്വത ഇല്ലായ്മ എന്നർത്ഥം. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കൈ കിട്ടുന്നവരെയൊക്കെ അടിക്കുവാണെങ്കിൽ കമ്പെടുത്ത് കൊടുത്താൽ കമ്പെടുത്ത് അടിക്കും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയും, ഉള്ള കുസൃതിയും എല്ലാം കാണിക്കും. അതാണ് ബാല്യാവസ്ഥ. ബാലന്റെ അവസ്ഥ നമ്മളില്ല, ബാല്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വത ഇല്ലായ്മ എന്നർത്ഥം, ബാലന്റെ അവസ്ഥ. ഇപ്പോൾ മൗഢ്യം കഴിഞ്ഞു ഉദിക്കുന്ന ദിവസം അതിബാലൻ, എന്നിട്ട് 7 ദിവസം ബാലൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ സഞ്ചരിക്കുന്ന കാലം കുമാരൻ എന്നർത്ഥം. കുമാരൻ എന്ന് പറയും. കുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആണ്, പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും സാമർഥ്യവും തൻ്റെ കുമാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തൻ്റെ ഭാവിയെ കെട്ടിപ്പടുത്തുക, പഠിക്കുക, കോളേജ് വിദ്യാഭ്യാസം, പഠനം, ഇതെല്ലാം കൂടി നടക്കുന്ന കാലഘട്ടം, നല്ലൊരു കാലഘട്ടം എന്നർത്ഥം. കുമാരൻ നല്ല ആരോഗ്യവാനാണ്, തൻ്റെ കാര്യങ്ങൾ നോക്കാനും ഭാവിയെ കെട്ടിപ്പടുത്താനും ഉള്ള ഒരു ധൃതിയിൽ നിൽക്കുന്ന അവസ്ഥ, നല്ല അവസ്ഥയെ പറയാം. അപ്പോൾ മൂന്ന് അവസ്ഥയാണ് ഇപ്പൊ പഠിച്ചത്. ഒന്ന്, മൗഢ്യം കഴിഞ്ഞു ഉദിക്കുന്ന ദിവസം അതിബാലൻ എന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥ. എന്നിട്ട് 7 ദിവസം ബാലൻ, പക്വതയില്ലായ്മ, അന്ന് വലിയ നേട്ടമൊന്നുമില്ല, എന്നാൽ വലിയ കുഴപ്പവുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ 7 ദിവസവും കഴിഞ്ഞിട്ട് വരുന്ന കാലഘട്ടം അത്രയും എന്തോന്നു കുമാരൻ എന്ന് വെച്ചാൽ നല്ല അവസ്ഥയെ പറയാം. അത് കഴിഞ്ഞിട്ട് വക്രം തുടങ്ങുമ്പോൾ, അത് വേറെ ഒരു അവസ്ഥയാണ്. വക്രം, നിങ്ങൾ ചോദിക്കും വക്രം തുടങ്ങുമ്പോൾ യുവാവ് എന്ന് പറയും, സമർത്ഥൻ എന്നർത്ഥം. യുവാവ് എന്ന് പറഞ്ഞാൽ എന്തിന് ഏറ്റവും നല്ല അവസ്ഥ യുവാവിന്റെ അവസ്ഥയാണ്. എന്തിനും മിടുമിടുക്കൻ യുവാവ് എന്നർത്ഥം. വക്രം തുടങ്ങുമ്പോൾ യുവാവ്, വക്രം തുടങ്ങുന്ന സമയത്താണ് യുവാവ്. വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ രാജാവ്, സർവാധികാരി, എല്ലാ കാര്യവും ആ ഗ്രഹത്തിനെ കൊണ്ട് എല്ലാ കാര്യവും നടക്കും. സർവാധികാരി എന്നർത്ഥം. വക്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാണ് യുവാവ്, വക്രത്തിൽ സഞ്ചരിക്കുമ്പം രാജാവ്. എന്നിട്ട് ഇനി ആദ്യത്തെ ബാക്കി, മൗഢ്യം തുടങ്ങിയാൽ വൃത്തൻ എന്നർത്ഥം. വൃത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസഹായം വേണമെന്നർത്ഥം. വൃത്തന്മാരെ നമുക്കറിയാമല്ല, വണ്ടിയിൽ കയറുമ്പോൾ ചാടി എഴിച്ചു കൊടുക്കും, പരസഹായം വേണം. കൊച്ചു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എഴിച്ചു കൊടുക്കാം. വൃത്തന്മാർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഇരിക്കണം, നമ്മൾ എല്ലാ പ്രിഫറൻസും അവർക്ക് കൊടുക്കും. പരസഹായം വേണമെന്നർത്ഥം, ഒരു എഫിഷ്യന്റ് അല്ല. ഇനി മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലം, മൗഢ്യം തുടങ്ങുമ്പോഴാണ് വൃത്തൻ എന്ന് പറയുന്നത്. മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലം മൃതൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദുർബലൻ, ഒന്നിനും കൊള്ളൂല. അവസ്ഥ, ആദ്യം പറഞ്ഞതിന്റെ അവസ്ഥ, മൗഢ്യത്തിൽ സഞ്ചരിക്കുമ്പോഴും മൃതൻ, ഒന്നിനും കൊള്ളാത്ത അവസ്ഥ. മൃതൻ എന്ന് വെച്ചാൽ ദുർബലൻ, ബോധക്കേട്, ഒരു ബോധവും ഒന്നും കാണൂല, അൽഷിമേഴ്സ് പിടിച്ചതുപോലെ ഇരിക്കും, ആ ഒരവസ്ഥ. ഇതാണ് ഇതിന്റെ ഒരു കാര്യമുള്ളത്. അത് ആദ്യത്തെയും അവസാനത്തെയും കൂടി ഒരുമിച്ചെടുത്താലും കുഴപ്പമില്ല, പറയണം.
സാറേ ഈ മൗഢ്യം കഴിഞ്ഞാൽ വക്രം ഉണ്ടാവും തീർച്ചയാണോ? അങ്ങനെയല്ല, ബുധനും മൗഢ്യവും വക്രവും കൂടി ഒരുമിച്ച് വരാറുണ്ട്. മൗഢ്യവും വക്രവും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ വരുമ്പോഴേ സംശയങ്ങൾ വരും. മൗഢ്യം എടുക്കണോ വക്രം എടുക്കണോ എന്നൊക്കെ വരും. അങ്ങനെയൊക്കെ വരും. മൗഢ്യം വന്നു കഴിഞ്ഞാൽ മൗഢ്യത്തിന് തന്നെ ചാൻസ് കൊടുക്കണം. കാരണം ഗ്രഹത്തിന്റെ പവർ പോയില്ലേ. അല്ല സാറിപ്പം പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് പിന്നീട് വക്രം വരുന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു ഞാൻ ചോദിച്ചത്. അങ്ങനെ വക്രം വരുന്നു എന്നല്ല, വക്ര അവസ്ഥ വരുമ്പോൾ അത് എപ്പോഴും വേണമെങ്കിലും ആയിക്കൊള്ളാം. വക്രം വരുമ്പോഴെന്നർത്ഥം അത് മൗഢ്യത്തിലും ആയിക്കൊള്ളാം. മൗഢ്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു അരികിന് പഠിക്കണു എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു അടുക്ക് ക്ലിയർ ആകാനാണ് അങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആദ്യം അതിബാലൻ, പിന്നെ ബാലൻ, അത് കഴിഞ്ഞ് കുമാരൻ, യുവാവ്, രാജാവ്, വൃത്തൻ, മൃതൻ. ആ അടുക്ക് ഇങ്ങനെ ഈ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇൻഫാന്റ്, ചൈൽഡ്, യൂത്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 7 അവസ്ഥ പറയും. 7 അവസ്ഥയോ 8 അവസ്ഥയോ എന്തോ പറയും. അത് വേർഡ്സ് ഷേക്സ്പിയറുടെ ഒരു സോണറ്റിൽ പറയും ക്ലിയർ ആയിട്ട്. 14 വരിയുള്ള ഒരു കവിതയിൽ വരും. ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിന് അങ്ങനെ കാര്യത്തിൽ എടുക്കണ്ട. മൗഢ്യം കഴിഞ്ഞു ഉദിക്കുന്ന ആ ദിവസം, മൗഢ്യം കഴിഞ്ഞ ദിവസം അതിബാലൻ, മൗഢ്യം കഴിഞ്ഞ് 7 ദിവസം ബാലൻ, പിന്നെ നേരെ സഞ്ചരിക്കുന്ന സമയത്ത് മൗഢ്യമൊന്നുമില്ലാതെ വക്രമില്ലാതെയും മൗഢ്യമില്ലാതെയും സഞ്ചരിക്കുന്ന കാലം എന്തോന്നു കുമാരൻ. വക്രം തുടങ്ങുമ്പോൾ യുവാവ്, വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ രാജാവ്, വീണ്ടും മൗഢ്യം തുടങ്ങുമ്പോൾ വൃത്തൻ, മൗഢ്യത്തിൽ സഞ്ചരിക്കുമ്പോൾ മൃതൻ. ഇത് എനിക്ക് അറിയാമെന്നുള്ളത് ഞാനിത് പറയാൻ കാര്യം എനിക്ക് കുറെ കാലങ്ങൾക്ക് മുമ്പൊന്നും ഈ അനുഭവം ഇല്ലായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു 4-5 വർഷത്തിനിപ്പുറം എനിക്ക് നല്ല ഒരു അനുഭവം വന്നു. ഒരു കക്ഷിക്ക് വ്യക്തമായിട്ട് കേട്ടോണം. ലഗ്നം മേടം, 5 സൂര്യനും വ്യാഴവും. വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കണം. വേണമെങ്കിൽ പെട്ടെന്നൊന്ന് സൈഡിൽ വരച്ചിട്ടാലേ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. മേട ലഗ്നം, ചിങ്ങത്തില് സൂര്യനും വ്യാഴവും, 12 രാഹു, മീനത്തില് രാഹു. ഇത്രയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഈ രാഹു ദശ, രാഹു 12 പോയപ്പോഴും എല്ലാവരും പറഞ്ഞു വിരട്ടി, രാഹുൽ ഇപ്പം തൊലഞ്ഞ് തീരും. വലിയൊരു ബിസിനസ്സുകാരനാണ് രാഹുൽ. ഇയാള് പുഷ്പം പോലെ കാര്യങ്ങൾ നടത്തി. 18 വർഷവും അയാൾ ഉദ്ദേശിച്ച കാര്യമെല്ലാം നടത്തി കിട്ടി. വ്യാഴവും സൂര്യനീനെ 2 ഡിഗ്രി ഡിഫറൻസിലാണ് നിൽക്കുന്നത്. മൗഢ്യം എന്ന് പറഞ്ഞാലും പോരാ, പൂർണ്ണ മൗഢ്യം. മൗഢ്യം എന്ന് പറഞ്ഞാൽ ഒരു 8-10 ഡിഗ്രി ഡിഫറൻസിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും ചെയ്യൂല എന്നൊക്കെ പറയും. ഇത് സൂര്യന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്, 2 ഡിഗ്രിയിൽ നിൽക്കുകയാണ്, ഒരേ നവാംശകം. ഈ വ്യാഴദശ തുടങ്ങിയപ്പോൾ ഇയാളെ കഷ്ടകാലം തുടങ്ങി. എല്ലാം വ്യാഴത്തിനെ കൊണ്ട് എന്തൊക്കെ ചിന്തിക്കണം അതെല്ലാം നെഗറ്റീവായി. ബിസിനസ് പൊളിഞ്ഞു, മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മൗഢ്യമാണ് വേറെ ഒരു. അല്ലെങ്കിൽ ഈ വ്യാഴം 9ാം ഭാവപതിയല്ലേ, ധർമാധിപതി. അത് എവിടെ നിന്നാലും നല്ലത് ചെയ്യണം. അതുകൊണ്ട് ചിങ്ങൻ രാശിയിൽ വ്യാഴത്തിന് നല്ല പവറാണ്. 5ലാണ് നിൽക്കുന്നത്. 12ന്റെ ആധിപത്യം ഉണ്ടെങ്കിലും നല്ലത് ചെയ്യണം. നല്ലതൊന്നുമില്ല. സാറേ ഗ്രഹനില ഒന്നുകൂടെ പറയാമോ സാറേ? ഇപ്പൊ പറഞ്ഞ മേട ലഗ്നം, 12 രാഹു, 5 രവി, ബുധൻ, രവി, ഗുരു, ചൊവ്വ. രവി, ഗുരു, ചൊവ്വ. ലഗ്നത്തിലെ ചന്ദ്രനും ശനിയും. 6 ശിഖി, ബുധൻ, ശുക്രൻ. 1968 സെപ്റ്റംബർ 11 9 PM. 1968 സെപ്റ്റംബർ 11 9 PM. ഭരണി. വീട്ടിൽ ഇരുന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ അടിച്ചു നോക്കണം ശരി തന്നെയെന്ന്.
അങ്ങനെയാണ് ഇത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയൊന്ന് എഴുതാം. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കണം. ഇപ്പോ നമ്മുടെ ഒരു ജാതകം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ഗ്രഹങ്ങളുണ്ട്? രാഹു കേതുവിനെ വിടുക, പോയിട്ട് എത്ര ഗ്രഹങ്ങളുണ്ട്? പതിനൊന്നല്ലേ സാർ? ഇല്ല, ലഗ്നവും ആരൂഢമൊക്കെ വിട്ടിട്ട് മാന്യം വിടുക. മൗഢ്യം വരുന്നത് മൗഢ്യവും വക്രം വിടുക. രാഹു കേതുക്കൊക്കെ എപ്പോഴും വക്രം തന്നെ, അതിനെ എടുക്കണ്ട. അതിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ 7 ഗ്രഹങ്ങളുണ്ട്. 7 ഗ്രഹം. അപ്പോൾ ഒരു 7 ഗ്രഹത്തില് ഒരാള് നേർരേഖയിൽ സഞ്ചരിക്കും, ഒരാള് വക്രത്തിൽ വരും, ഒരാള് മൗഢ്യത്തിൽ വരും. ഇങ്ങനെ ഇതിൽ ഏതിനെ എടുക്കും നിങ്ങൾ? അതാരും ചോദിച്ചില്ല. ഇപ്പൊ ഒരേ സമയത്ത് ബുധന് മൗഢ്യം, വ്യാഴത്തിന് വക്രം, ശനി ഒരു കുഴപ്പമില്ല നേരെ സഞ്ചരിക്കുന്നു. ഇതിൽ ഏതിനെടുക്കും? വക്രത്തിൽ വരുന്നതിനെടുക്കും, രാജാവായതുകൊണ്ട്. ആരൂഢാധിപൻ അല്ലെങ്കിൽ ലഗ്നാധിപൻ ആര്, അയാളെ അവസ്ഥയെ പിടിക്കണം. അല്ലെങ്കിൽ ഏത് പാപത്തിനെ ചിന്തിക്കുന്നു ആ പാവാധിപനെ പിടിക്കണം. അതിനെ വെച്ച് കണക്ട് ചെയ്ത് പറയണം. പറഞ്ഞത് മനസ്സിലായോ? സാറേ അത് മനസ്സിലായില്ല, ഒന്നോടെ പറയണം. ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് ബുധന് മൗഢ്യം ഒന്ന് കണക്കാക്കുക. ബുധൻ സൂര്യന്റെ അടുത്താണ് നിൽക്കുന്നത്, മൗഢ്യം ഉണ്ടാവും. ശുക്രന് മൗഢ്യം ഇല്ല. ശനിക്ക് വക്രമാണ്. ഇപ്പോഴത്തെ ഗ്രഹനിലയിൽ ശനിക്ക് വക്രമുണ്ട്. ശനിക്ക് വക്രം. അപ്പോൾ ശനിക്ക് വക്രം, വ്യാഴത്തിന് വക്രമില്ല. ശനിക്ക് വക്രമുണ്ട്, വ്യാഴത്തിന് വക്രമില്ല, നേരെ സഞ്ചരിക്കുന്നു. ബുധന് മൗഢ്യമുണ്ട്, ശുക്രന് മൗഢ്യം ഇല്ല. ഇതിൽ ഏതിനെ എടുക്കുമെന്ന് ചോദിച്ചു. ബുധനെ എടുക്കുമോ, അതോ വ്യാഴത്തിനെ എടുക്കുമോ, ശനിയെ എടുക്കുമോ? ആരെ അവസ്ഥയെ പറയും? ലഗ്നാധിപന്റെയോ ആരൂഢാധിപന്റെയോ അവസ്ഥ അതെടുക്കണം. ലഗ്നാധിപൻ ആര് അയാളെ അവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ ഏത് പാപത്തിനെ ചിന്തിക്കുന്നുവോ ആ പാവാധിപന്റെ അവസ്ഥ, ആ പാപത്തിനെ കണക്ക് ചെയ്ത് പറയണം. ഇപ്പൊ ചിങ്ങം ആണ് കിട്ടണമെന്ന് കരുതുക. ചിങ്ങം കിട്ടിക്കഴിഞ്ഞാൽ 2ാം ഭാവപതിക്ക് മൗഢ്യം, 2ാം ഭാവപതി ബുധൻ. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തികം ഉണ്ടെങ്കിലും ഇപ്പം നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഈ സമയം ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം. കാരണം ബുധൻ നല്ല ബലമാണ്, 2ന്റെയും 11ന്റെയും അധിപതി, മൗഢ്യം. അപ്പോൾ അതിന് ദോഷം പറഞ്ഞു. ശനിക്ക് വക്രം വന്നു, അപ്പോൾ ശനിയുടെ അവസ്ഥയെ പറയുക. 6ാം ഭാവത്തിന്, 6ാം ഭാവപതി 7ാം ഭാവതിക്ക് വക്രം വന്നു കഴിഞ്ഞാൽ നല്ലതല്ലെന്നാണ് പറയുന്നത്. 7ാം ഭാവത്തിന് വക്രം വന്നുകൂടാ. വെസ്റ്റേൺ സിസ്റ്റത്തില്, വെസ്റ്റേൺ അസ്ട്രോളജിയിൽ പറയുന്നുണ്ട്, അങ്ങനെ പറയണം. ആരൂഢാധിപൻ അല്ലെങ്കിൽ ഏത് പാവത്തിനെ ചിന്തിക്കുന്നുവോ ആ പാവാധിപന്റെ അവസ്ഥയെ ബന്ധപ്പെടുത്തി പറയണം. എന്നാണ് ഞാൻ പറഞ്ഞത്. എഴുതിക്കൊള്ളണം. ഗ്രഹത്തിന്റെ 7 അവസ്ഥകൾ, ഗ്രഹത്തിന്റെ 7 അവസ്ഥകൾ. ആദ്യം ആ മൗഢ്യത്തിന് ആദ്യം എഴുതുന്നതല്ലേ നല്ലത്? മൗഢ്യത്തിന് ആദ്യം എഴുതാം, അതാണ് നല്ലത്. അതത്രയും ഒരുമിച്ചിരിക്കട്ടെ. ഒരു ഗ്രഹത്തിന് മൗഢ്യം തുടങ്ങുമ്പോൾ വൃത്തന്റെ അവസ്ഥയെ പറയണം. ഒരു ഗ്രഹത്തിന് മൗഢ്യം തുടങ്ങുമ്പോൾ വൃത്തന്റെ അവസ്ഥയെ പറയണം. അതായത് സ്വാതന്ത്ര്യമില്ലായ്മ, പരസഹായം ആവശ്യം, സ്വാതന്ത്ര്യമില്ലായ്മ, പരസഹായം ആവശ്യം എന്നൊക്കെ പറയാം.
അടുത്ത 2, മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലം മൃതൻ എന്ന് പറയുന്നു. മൃതൻ. മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലം മൃതൻ എന്ന് പറയുന്നു. മൃതൻ, അതായത് തീരെ ദുർബല അവസ്ഥയെ പറയണം. തീരെ ദുർബല അവസ്ഥയെ പറയണം. തീരെ ദുർബല അവസ്ഥയെ പറയണം. അടുത്ത 3, ഗ്രഹം മൗഢ്യം കഴിഞ്ഞ് ഉദിക്കുന്ന ദിവസം അതിബാലൻ. ഗ്രഹം മൗഢ്യം കഴിഞ്ഞ് ഉദിക്കുന്ന, ഒരു സ്പീഡ് എഴുതണം. മൗഢ്യം കഴിഞ്ഞ് ഉദിക്കുന്ന കാലം അതിബാലൻ. അതിബാലൻ. ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥ എന്നർത്ഥം. ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥ എന്നർത്ഥം. അടുത്ത 4, 1, 2, 3, 4, മൗഢ്യം കഴിഞ്ഞ് 7 ദിവസം വരെ ബാലൻ. മൗഢ്യം കഴിഞ്ഞ് 7 ദിവസം വരെ ബാലൻ. പക്വതയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. പക്വതയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. പക്വതയില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അടുത്തത് 5, വക്രവും മൗഢ്യവും ഒന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന കാലം യുവാവ്, കുമാരൻ. വക്രവും മൗഢ്യവും ഇല്ലാതെ സഞ്ചരിക്കുന്ന കാലം കുമാരൻ. ഇത് നല്ല അവസ്ഥയാണ്. കാര്യസാധ്യമുള്ള അവസ്ഥയാണ്. കാര്യസാധ്യമുള്ള അവസ്ഥയാണ്. കാര്യസാധ്യമുള്ള അവസ്ഥയാണ്. അടുത്ത 6, വക്രം തുടങ്ങുമ്പോൾ യുവാവ്. വക്രം തുടങ്ങുമ്പോൾ യുവാവ് സമർത്ഥൻ എന്നർത്ഥം. വക്രം തുടങ്ങുമ്പോൾ യുവാവ് സമർത്ഥൻ എന്നർത്ഥം. അടുത്ത 7, വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം അത്രയും രാജാവ്. വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം അത്രയും രാജാവ്. വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം അത്രയും രാജാവ്. സർവാധികാരവും ഭരണനൈപുണ്യവും എന്നർത്ഥം. സർവാധികാരവും ഭരണനൈപുണ്യവും എന്നർത്ഥം. സർവാധികാരവും ഭരണനൈപുണ്യവും എന്നർത്ഥം.
അടുത്ത ലൈനില് ഒരേ സമയം ഒരു ഗ്രഹത്തിന് മൗഢ്യവും ഒരു ഗ്രഹത്തിന് വക്രവും ഒരു ഗ്രഹത്തിന് ഇവയൊന്നും ഇല്ലാത്ത അവസ്ഥയും വരാം. ഇവയിൽ ലഗ്നാധിപൻ അല്ലെങ്കിൽ ആരൂഢാധിപൻ ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിന്റെ അവസ്ഥയെ പറയണം. അല്ലെങ്കിൽ ഏത് ഭാവാധിപനാണോ മൗഢ്യം, വക്രം തുടങ്ങിയവയിൽ വരുന്നു, അവസ്ഥയിൽ വരുന്നു, ആ ഭാവത്തിന് ഈ അവസ്ഥയെ പറയണം. ഒരു എക്സാമ്പിൾ എഴുതിക്കണം. 1200 ഇടവം 29-ാം തീയതി ഉദയത്തിന് ഗുരുവിന് മൗഢ്യം ആരംഭം. മിഥുനം 23-ന് അസ്തമയത്തിന് മൗഢ്യം അവസാനം. മിഥുനം 23-ന് അസ്തമയത്തിന് മൗഢ്യം അവസാനം. ഒന്ന് മൗഢ്യം തുടങ്ങുന്ന ഇടവം 29 അതിബാലൻ. മൗഢ്യം തുടങ്ങുന്ന മിഥുനം ഇടവം 29 അതിബാലൻ.
2 ഇടവം 29-നും മിഥുനം 23-നും ഇടയ്ക്കുള്ള ഇടവം 29 മുതൽ ഒരാഴ്ച സോറി, ഇടവം 29 മുതൽ ഇടവം 29 മുതൽ മിഥുനം 23 വരെയുള്ള കാലം മൗഢ്യകാലം. ഇത് മൃതാവസ്ഥ. നിൽക്കണ ഒരു തെറ്റുണ്ട്, അത് തിരുത്തിത്തരാം. മൃതാവസ്ഥ. 2ാമത്തെ പോയിന്റ്, ഇടവം 29 മുതൽ മിഥുനം 23 വരെ ഉള്ള കാലം മൗഢ്യകാലം. ഇത് മൃതാവസ്ഥ. 1ാമത്തെ പോയിന്റ്, ഇടവം 29 മൗഢ്യം തുടങ്ങുന്ന ദിവസം വൃത്താവസ്ഥ എന്നായിരിക്കണം. വൃത്ത അവസ്ഥ. മൗഢ്യം തുടങ്ങുന്ന സമയത്ത് വൃത്തൻ, മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന സമയം മൃതൻ. തെറ്റരുത്. മൗഢ്യം തുടങ്ങുന്ന ദിവസം വൃത്തൻ, മൗഢ്യത്തിൽ സഞ്ചരിക്കുന്ന കാലം അത്രയും മൃതൻ. ഇനി മൗഢ്യം കഴിഞ്ഞ് മിഥുനം 23-ന് മൗഢ്യം തീർന്ന് ഒരാഴ്ച, മിഥുനം 23-ന് മൗഢ്യം കഴിഞ്ഞ് ഒരു ദിവസം, മിഥുനം 23-ന് മൗഢ്യം കഴിഞ്ഞ് ഒരു ദിവസം അതിബാലൻ. മൗഢ്യം കഴിഞ്ഞ് ഒരു ദിവസം അതിബാലൻ. മിഥുനം 23-ന് മൗഢ്യം കഴിഞ്ഞ് ഒരു ദിവസം അതിബാലൻ. അടുത്തത്, പിന്നെ 7 ദിവസം ബാലൻ. പിന്നെ 7 ദിവസം ബാലൻ. അതിനുശേഷം കുമാരൻ. ഇത്രയും മതി. സാറേ, ഈ മൗഢ്യം കഴിഞ്ഞ് അതിബാലൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് 7 ദിവസമാണോ ബാലൻ? അതെ, അത് കഴിഞ്ഞിട്ട് 7 ദിവസമാണ്. അതും കൂടി ചേർത്ത് വേണമെങ്കിൽ എടുക്കാം. ഇതൊക്കെ ഒരു അറേഞ്ച്മെന്റിൽ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. പക്ഷെ മൗഢ്യം കഴിയുന്ന ദിവസം അതിബാലൻ, അത് കഴിഞ്ഞ് 7 ദിവസം എന്നാണ് പറയുന്നത്. അത് ഇതും കൂടി ചേർത്തെടുത്താലും കുഴപ്പമില്ല. ഇനി അടുത്തിനി രോഗപ്രശ്നം. രോഗപ്രശ്നത്തിന് നമ്മൾ ഒരു സെന്റൻസ് സാധാരണയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രശ്നം പഠിച്ചപ്പോൾ ഒരു സെന്റൻസ് പഠിച്ചു. വാരാൻ മഹായുർ ഭവേത് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? വാരാൻ മഹായുർ ഭവേത്. വാരത്തിനെ കൊണ്ട് ആയുസിനെ പറയാം. ആയുസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴെന്തോന്ന്, അവിടെ രോഗത്തിന്റെ ഒരു ലക്ഷണം അവിടെ വരുന്നില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആയുസ്സൊക്കെ രോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആയുസ് പറയുമ്പോൾ രോഗമുണ്ടെങ്കിൽ ആയുസിന് കുഴപ്പമുണ്ടാകും എന്നുള്ള അർത്ഥമൊക്കെ വരാം. പ്രശ്ന ദിവസം വാരാധിപൻ ഉച്ച സ്വക്ഷേത്രം മൂലത്രികോണം തുടങ്ങിയ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടാതെ ഈ ഗ്രഹത്തിന്റെ രാശി ആരൂഢമായിട്ട് വരിക, രോഗം ശമനമുണ്ടാകും എന്ന് പറയാം. വാരാൻ മഹായുർ ഭവേത്. രോഗം, അതാണ് രോഗപ്രശ്നത്തിന് ചൊവ്വാഴ്ച ശനിയാഴ്ച ഒന്നും പോകരുത്, ശനി ഞായർ ദിവസങ്ങളൊന്നും പോകരുതെന്ന് പറയുന്ന കാര്യം അതാണ്. രോഗപ്രശ്നം വയ്ക്കാനൊന്നും പോകരുത്. ജ്യോത്സ്യരെ വായിരിക്കുന്നതെല്ലാം കേൾക്കേണ്ടി വരും. കുഴപ്പമാണ്, ആനയാണ്, പൂനയാണെന്ന് പറയും. വാരാൻ മഹായുർ ഭവേത്. പ്രശ്ന ദിവസത്തെ വാരാധിപന് ബലം വേണം. വാരത്തിന് ബലം വേണമെങ്കിൽ വാരാധിപന് ബലം വേണം. വാരാധിപന് ബലമുണ്ടെങ്കിൽ വാരത്തിന് ബലമുള്ളൂ. ആ വാരാധിപൻ ഉച്ചം സ്വക്ഷേത്രം തുടങ്ങിയ നിൽക്കണം. ആ വാരാധിപന്റെ രാശി
വാരാധിപന്റെ രാശി ആരൂഢമായിട്ട് വരികയും ആ വാരാധിപന് ബലം വരികയും ചെയ്തിരുന്നത് നല്ലതാണ്. ആ രോഗശമനം ഉണ്ടാകുമെന്ന് അർത്ഥം. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ വാരം ശുഭമായിരിക്കണം. ശുഭവാരം വരുന്നത് നല്ലത്. അല്ലെങ്കിൽ വാരാധിപനും ബലം. ഇപ്പൊ ചൊവ്വാഴ്ച വന്നിരുന്നാലും കുഴപ്പമില്ല. മേട ആരൂഢം കിട്ടി ആ ചൊവ്വ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ വലിയ ദോഷമൊന്നും ചെയ്യൂല. അതിൻ്റെ അതേ നേട്ടം ഉണ്ടാകും. വാരാധിപന് ബലം വേണം. ആ വാരാധിപന്റെ രാശി ആരൂഢമായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ലഗ്നമായിട്ട് വരിക എങ്കിൽ നല്ലതാണ്. ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാനുള്ള കാര്യങ്ങളാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാനും നല്ല സൗകര്യമുള്ള പോയിന്റുകളാണ്. വാരാൻ മകായുർ ഭവേത്. വാരത്തിനെ കൊണ്ട് ആയുസിനെ ചിന്തിക്കാം. പ്രശ്ന ദിവസം വരുന്ന വാരാധിപന് ബലം. പ്രശ്ന ദിവസത്തെ വാരാധിപന് ബലം വേണം. വാരാധിപന് ബലം മാത്രമല്ല, ആ വാരാധിപന്റെ രാശി ആരൂഢമായിട്ട് കിട്ടി ആ വാരാധിപൻ ബലമായിട്ട് നിന്നാലും നല്ലതാണ്. അത് പാവനായിരുന്നാലും കുഴപ്പമില്ല. വാരാധിപൻ ഇപ്പോഴാണെങ്കിൽ നമുക്കിപ്പം ബുധനാഴ്ച വന്നു എന്ന് കണക്കാക്കുക. ബുധൻ ബലവാനായിട്ട് നിൽക്കുകയാണ്, ഉച്ചത്തിൽ നിൽക്കുന്നപ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം. വെള്ളിയാഴ്ച വന്നു. വെള്ളിയാഴ്ചക്ക് ആ വാരാധിപൻ ശുക്രൻ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, മൂലത്രികോണത്തിലാണ് നിൽക്കുന്നത്, നല്ലത്. അല്ലെങ്കിൽ തിങ്കളാഴ്ച വന്നു. തിങ്കളാഴ്ച വരുമ്പം ചന്ദ്രൻ നല്ല ബലമായിട്ട് ഉച്ചത്തിലോ അല്ലെങ്കിൽ പിന്നെ പക്ഷബലത്തോട് നിന്നാൽ കുഴപ്പമില്ല. അങ്ങനെ പറയാം. ഇത്രയൊന്നും എഴുതിക്കൊള്ളണം. രോഗപ്രശ്നം ഇനി അടുത്ത വരെ ഒരു വലിയൊരു സെക്ഷനാണ് നോക്കാൻ പോണത്. വാരാൻ മകായുർ ഭവേത്. വാരാൻ മകായുർ ഭവേത്. വാരത്തെ കൊണ്ട് ആയുസിനെ ചിന്തിക്കാം. വാരത്തെ കൊണ്ട് ആയുസിനെ ചിന്തിക്കാം. പ്രശ്ന ദിവസത്തെ വാരാധിപന് ബലമുണ്ടെങ്കിൽ രോഗശമനമുണ്ടാകും. പ്രശ്ന ദിവസത്തെ വാരാധിപന് ബലമുണ്ടെങ്കിൽ രോഗശമനമുണ്ടാകും. പ്രശ്ന ദിവസത്തെ വാരാധിപന് ബലമുണ്ടെങ്കിൽ രോഗശമനമുണ്ടാകും. കൂടാതെ ബലവാനായ വാരാധിപന്റെ രാശിയാണ് ആരൂഢമായിട്ട് വന്നാലും രോഗശമനം ലഭിക്കും. ബലവാനായ വാരാധിപന്റെ രാശി ആരൂഢമായി വന്നാലും രോഗശമനമുണ്ടാകും. രോഗശമനമുണ്ടാകും. ഇനി എളുപ്പത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു രോഗപ്രശ്നം വയ്ക്കുമ്പോൾ ആരൂഢം കൊണ്ട് എന്തൊക്കെ പറയാം, എങ്ങനെയൊക്കെ പറയാം? രോഗപ്രശ്നം വയ്ക്കുമ്പോൾ ആരൂഢം കൊണ്ട് നമ്മൾ എന്തൊക്കെ പറയാം എന്നുള്ളതാണ് ആദ്യം ഇനി അടുത്ത് നോക്കേണ്ടത്. ഇപ്പൊ ഒരു രോഗപ്രശ്നത്തില് സൂര്യന്റെ രാശി ആരൂഢമായിട്ട് കിട്ടിയാൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം ഒന്ന് പറഞ്ഞു നോക്കണം ആരെങ്കിലും. ഒരു രോഗപ്രശ്നം ചിങ്ങമാരൂഢം വന്നു, എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാൻ ചാൻസ് വരാം? നമുക്ക് ഇത് കാണാതെ ഒന്ന് പറഞ്ഞു നോക്കാം. കണ്ണിനസുഖം, സൂര്യന്റെ കാരകത്വം, കണ്ണിനസുഖം. അതെ. മാനസികമായിട്ടുള്ള വിഭ്രാന്തി. മാനസിക വിഭ്രാന്തി. അതെ. പല്ലിന്റെ അസുഖം. കറക്റ്റ്. അസ്ഥി.
പിന്നെ സൂര്യൻ ചിങ്ങൻ രാശി വരുമ്പോൾ വയറിന്റെ ഭാഗമാണ് ഉദരത്തിന്. ഉദരത്തിന്റെ ഇത് ഇത്രയും പറഞ്ഞാൽ തന്നെ 5 പോയിന്റായി, ധാരാളമായില്ലേ നമുക്ക് പറയണേ. അതായത് ചിങ്ങം രാശിയെ കുറിച്ച് പറയുമ്പോൾ തീഷ്ണ, സ്ഥൂലകനുർ, വിശാലവദന, പിംഗലേക്ഷണ, അല്പാത്മജ, ശത്രു, ഉഷ്ണ, ഉദര, ദന്ത, മാനസരുച എന്ന് പറയുന്നുണ്ട്. മാനസരുച, മാനസികമായ കാര്യങ്ങൾ. കാരണം ചിങ്ങം 5-ാം രാശിയാണ്, 5 മനസ്സിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഉദരം, ചിങ്ങത്ത് സൂചിക്കുന്ന ശരീരത്തിന്റെ ഉദരഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് ഉദര രോഗം പറഞ്ഞു. ദന്തം, പല്ലിന്റെ കാരകത്വം സൂര്യനാണ്. ദന്തം, മാനസരുച, ഉഷ്ണരോഗങ്ങള്, പിത്തരോഗം, സൂര്യൻ പിത്തത്തിന്റെ കാരകൻ. പിത്തരോഗം, പിത്തമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഉഷ്ണരോഗങ്ങള്, പല്ലിന്, അസ്ഥിക്ക്, പിന്നെ മാനസിക പ്രശ്നങ്ങള്, ഉദരരോഗം, കണ്ണിന്, നേത്രത്തിന്റെ ആളാണ് സൂര്യൻ, കണ്ണിന് അസുഖങ്ങൾ, ഇതെല്ലാം പറയാം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വച്ചേക്കുന്നതാണ് ഏറ്റവും എളുപ്പം. പല ഇതൊന്നും കാണാൻ പഠിക്കണ്ട. അപ്പോൾ സൂര്യന്റെ രാശി ആരുടെ മേലെ ഇതെല്ലാം പറയാം. ഇനി കർക്കടകം വന്നാൽ എന്ത് പറയാം? കർക്കടകം ചന്ദ്രന്റെ രാശി ആരുടെ വന്നാൽ എന്തൊക്കെ പറയാം? രക്തദൂഷ്യം പറയാം, രക്തത്തിന്റെ ആളാണ്. ഹൃദയത്തിന് പറയാം, മാറ്, നെഞ്ച്, ഹൃദയം. പിന്നെ ചന്ദ്രൻ ജലഗ്രഹമാണ്, ജലദോഷത്തിന്റെ ആളാണ്. ജലദോഷ സംബന്ധമായ കാര്യം പറയാം. നാവിന് പറയാം, മാറിന് അസുഖങ്ങൾ പറയാം. പിന്നെ രക്തദൂഷ്യം, അതാണ് ഏറ്റവും പ്രധാനം. രക്തദൂഷ്യം, മാറിടം, ഹൃദയം, ഇതെല്ലാം പറയും. എന്നിട്ട് ആ ചന്ദ്രന്റെ ബലവും കൂടി നോക്കണം. ചന്ദ്രന് ബലമില്ലെങ്കിൽ ഇതൊക്കെ തറപ്പിച്ചങ്ങ് പറയാം. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ നമ്മൾ അത്ര കടുപ്പിക്കണ്ട. ചന്ദ്രന് ബലമില്ല, ആ രാശിയിൽ പാപഗ്രഹങ്ങളുടെ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ തറപ്പിച്ചങ്ങ് പറയണം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നെ പറയുന്ന അല്ലാതെ ജ്യോത്സ്യന്മാർക്ക് നമ്മൾ ബുക്കിൽ കിടക്കുന്നതെല്ലാം പഠിച്ചാൽ ആർക്ക് ഓർമ്മയിരിക്കുന്നത്? ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സമയത്തിന് ഓർമ്മ വരുമെന്ന് ആര് പറഞ്ഞു? എല്ലാം പഠിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. ഒരുപാട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കർക്കടകം ആരൂഢമായിട്ട് വന്നു കഴിഞ്ഞാൽ മാറിടം, ഹൃദയം, പിന്നെ അത് കഴിഞ്ഞ് രക്തമുള്ള അസുഖങ്ങള്, രക്തദൂഷ്യം, പിന്നെ വേറെ ജലദോഷ സംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെ പറയാം. ഇനി മേടവും വൃശ്ചികവും വന്നാലോ? മേടത്തിനും വൃശ്ചികത്തിനും പ്രത്യേകിച്ച് എടുക്കണം. മേടത്തിന് തലയുടെ ഭാഗം, തലയാണ് മേടത്തിന്. തലയ്ക്ക് സംബന്ധമായ, ശിരസ് സംബന്ധമായ അസുഖം. പിന്നെ പനി, ചൊറി, ചിരങ്ങ്, ആക്സിഡന്റുകള്, വീഴല്, വ്രണം. ചൊവ്വയുടെ കാരകത്വമാണ് ഇതൊക്കെ. വ്രണത്തിന്റെ ആള് ചൊവ്വയാണ്, വീഴലിന്റെ ആള് ചൊവ്വയാണ്, ആക്സിഡന്റ്, വ്രണം, ഏത് ഓപ്പറേഷനും പൊള്ളലും. ഓപ്പറേഷൻ സർജറിയുടെ ആളാണ്. പൊള്ളല്, വ്രണം, ഇതെല്ലാത്തിന്റെ അസുഖങ്ങൾ, ഇതെല്ലാം പറയാം. എന്നിട്ട് ചൊവ്വയെ കൂടി നോക്കിക്കൊള്ളണം. ചൊവ്വ ഇവിടെ വശമില്ലാതെ നിന്ന് കൊടുത്താൽ ധൈര്യമായിട്ട് പറയാം. തല സംബന്ധമായ അസുഖങ്ങള്, ശിരസിന് അസുഖങ്ങള്, പിന്നെ അത് ശിരസിനെ കുറിച്ച് അവിടെ ഒരുപാട് പറയുന്നുണ്ട്. നഖരോഗം പറയാം. നഖരോഗം, കാരണം മേടത്തിന്റെ ലക്ഷണം പറയുമ്പോൾ എന്ത് പറയുന്നത് നോക്കണം. വൃത്താധാമൃതം, ഉഷ്ണശാഖ, ലഘുഭു, ക്ഷിപ്രപ്രസാദോ, അടന, കാമി, ദുർബലജാനു, മുട്ടിന് വേദന പറയാം. ദുർബലജാനു, മുട്ടിന് വേദന പറയാം. മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തും വേദനയും കാര്യവും പറയാം. ദുർബലജന, അസ്തരധന, ശൂര, അങ്ങനെ സേവാച്ച, കുനകി എന്ന് വെച്ചാൽ നഖരോഗം. അതിലൊക്കെയാണ് രാശി നമ്മൾ പഠിച്ചിട്ടില്ല. ഓർമ്മയില്ലാത്ത ആൾക്കാർ ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നാലും മതി. നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ കേട്ട് വരുമ്പോൾ എല്ലാം അങ്ങ് തറവായിട്ട് വരും. നഖരോഗം, നഖസംബന്ധമായ രോഗങ്ങള്, മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തിനുള്ള രോഗങ്ങള്, തലയ്ക്ക് ശിരസ് സംബന്ധമായ അസുഖങ്ങള്, ചൊറി, ചിരങ്ങ്, അലർജി, വീഴല്, സർജറി, ഇതെല്ലാം വരാം. വ്രണം, ഇതെല്ലാം വരാം ചൊവ്വയ്ക്ക്. ഇനി വൃശ്ചികത്തിനും ഇതുപോലെ പറഞ്ഞാലും വൃശ്ചികത്തിന് വേറെ ഒരു വ്യത്യാസമുണ്ട്. വൃശ്ചികം എന്ന് വെച്ചാൽ 8-ാം രാശിയാണ്.
ഗുഹ്യഭാഗ സംബന്ധമായതും മൂത്രാശയ സംബന്ധമായതുമായ അസുഖം കൂടി വൃശ്ചികത്തിന് പറയാം. വൃശ്ചികത്തിന് തലയെ പറയാൻ പറ്റില്ല. വൃശ്ചികത്തിന് തലയെ പറയണ്ട, തലയെ അങ്ങ് വിട്ടേക്കണം. തലയല്ല, അവിടെ ഉദ്ദേശിക്കുന്ന ഗുഹ്യഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. സീക്രട്ട് പാർട്സ് സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മൂത്രാശയം, യൂറിനറി ബ്ലാഡർ, ഇതിൻ്റെയൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. ഇതിനുണ്ടാവാൻ ചാൻസ്. തലയുടെ ഭാഗത്തിന് അങ്ങ് വിട്ടേക്കണം. ബാക്കി ചൊവ്വയ്ക്ക് പറഞ്ഞതൊക്കെ പറയാം. ചൊവ്വയ്ക്ക് പറഞ്ഞതിനെ അവിടെ പറയാം, പക്ഷെ മേടത്തിന് പറഞ്ഞതിനെ പറയരുത്. ഇനി അത് കഴിഞ്ഞിട്ട് മേടവും വൃശ്ചികവുമായി, അത് കഴിഞ്ഞിട്ട് മിഥുനത്തിനും കന്നിക്കും എന്തൊക്കെ പറയാം? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ആ പോയിന്റുകളെ എടുത്ത്. നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ചില്ല. ഇനി വരും മിഥുനത്തിന് തോള്, കൈയും തോളിന്റെ ഭാഗമാണ്. തോള്, കൈയ്യ്, തൊണ്ടയാകുമ്പോൾ എന്ന അസുഖങ്ങള്, അതാണ് മിഥുനത്തിന് വരുന്നത്. കന്നിക്ക് അടിവയറ്, കന്നിക്ക് അടിവയറ് സംബന്ധമായ പ്രശ്നങ്ങൾ. അവിടെ പാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ തറപ്പിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. ഈ ആരൂഢം വരികയും അവിടെ പാപഗ്രഹത്തിന്റെ ബന്ധവും വന്നാൽ അവിടെ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. അതാണ് നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത്. ഉണ്ടാവും. മിഥുനത്തിനും കന്നിക്കും ശ്വാസം മുട്ട്, തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ, ഈ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളൊക്കെ ബുധന് പറയാം. ഈ വെള്ളപ്പാണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുന്നത് ശ്വാസം മുട്ട്, വെള്ളപ്പാണ്ട്. പിന്നെ ന്യൂറോ സംബന്ധമായ പ്രശ്നമൊക്കെ ബുധനാണ്. ന്യൂറോ സംബന്ധമായത്, ത്വക്ക് സംബന്ധമായത്, പിന്നെ ശ്വാസം മുട്ട്. മിഥുനമാണെങ്കിൽ ബുദ്ധിയെ ബാധിക്കാമല്ലോ സാറേ. ബുദ്ധിയെ ബാധിക്കും. ബുദ്ധി സ്ഥിരത എന്തെങ്കിലും ചാടി കയറി അസഭ്യ വാക്കുകൾ സംസാരിക്കുക, ഇതൊക്കെ ബുധന്റെ ജോലിയാണ്. ബുധനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. അതൊക്കെ വ്യക്തമായിട്ട് പഠിക്കാം. അസഭ്യ വാക്കുകൾ, വാക്ക് ദോഷങ്ങൾ ഉണ്ടാവാം. കന്നിക്ക് വരുമ്പോൾ അടിവയറ് സംബന്ധമായ പ്രശ്നമാണ്. ഇതിൽ പറയണമെങ്കിൽ ഇവിടെ ഒരു പാപഗ്രഹത്തിന്റെ യോഗമോ ദൃഷ്ടിയോ കൂടി വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറയാം. ശ്വാസം മുട്ട്, തൊലിപ്പുറത്തുള്ള രോഗങ്ങള്, സ്വപ്നം കണ്ട് വിളിക്കുക, ഇതൊക്കെ ബുധന്റെ ജോലിയാണ്. ബുധൻ ന്യൂറോ കംപ്ലൈൻസ്, ഇതൊക്കെ മിഥുനത്തിനും കന്നിക്കും പറയാം. മിഥുനത്തിന് വരുമ്പോൾ അവിടുത്തെ വ്യത്യാസം വരുന്നത് എന്താണ്? പിന്നെ രണ്ട് കൈകള്, തോള്, രണ്ട് കൈയും, തൊണ്ട, തോള്, രണ്ട് കൈകൾ സംബന്ധമായ ഭാഗത്തൊക്കെ കുഴപ്പമുണ്ടാകാം. കന്നിക്കാണെങ്കിൽ കഴുത്ത് പറയാലോ സാർ. കഴുത്ത് പറയാം. ഇനി ഇടവത്തിനും തുലാത്തിനും എന്തൊക്കെ പറയാം? ഇടവത്തിന് മുഖമാണ് പറയുന്നത്. മുഖത്തിന് പറയാം. ഇടവത്തിന് പ്രധാനമായിട്ടും മുഖം. പിന്നെ അവിടെ രോഗം എന്തൊക്കെയാണ് പറയുന്നത്? ഇടവത്തിന് കാന്ത, കേലഗതി, പൃഥു, ഊരു, വദന, പൃഷ്ടാസ്യ, പാർശ്വങ്കിത, ക്ലേശസഖ, പ്രഭു, കരുവാൻ, കന്യാപ്രജ. കഫ സംബന്ധമായ അസുഖം. ഇടവത്തിന് കഫ സംബന്ധമായ അസുഖം പറയുന്നുണ്ട്. ഇടവത്തിന് കഫ സംബന്ധമായ അസുഖം. പിന്നെ തുലാത്തിന് വസ്തി പ്രദേശം, ഇടുപ്പ് സംബന്ധമായ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വരും? നമ്മള് ഡിസ്ക് കംപ്ലൈന്റ് ഒക്കെ വരും. ഡിസ്ക് കംപ്ലൈന്റ് ഒക്കെ ഇടവത്തിനാണ്. പിന്നെ ഇടവത്തിൽ പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ കിഡ്നി സംബന്ധമായ പ്രശ്നമൊക്കെ ഇടവത്തിനെ കൊണ്ട് പറയാം. കിഡ്നി സംബന്ധമായ പ്രശ്നം ഇടവത്തിനെ കൊണ്ട് പറയാം. യോനി, അരുചി, നീര്, യോനി സംബന്ധമായ പ്രശ്നങ്ങൾ അതൊക്കെ വരാം. കാരണം ഇതൊക്കെ ഈ ഇടുപ്പിന് തൊട്ട് വരുന്ന ഭാഗമൊക്കെ അതിൽ വരും. ആഹാരത്തിന് രുചിക്കുറവ്, ഇതൊക്കെ പറയാം. നീര്, ഇതൊക്കെ ഇടവത്തിനും തുലാത്തിനും പറയാം. അപ്പോൾ ഇടവത്തിനും തുലാത്തിനും, ഈ തുലാം തന്നെ സരുക്ക് എന്നാണ് പറയുന്നത്. സരുക്കെന്നൊരു തുലാത്തിന്റെ ഫലം പറയുമ്പോൾ സരുക്കെന്നൊരു വാക്കുകൂടി പറയാം. സരുക്കെന്ന് വെച്ചാൽ രോഗരാശി എന്നാണ് അത് അറിയപ്പെടുന്നത്. തുലാത്തിന് പ്രധാനമായിട്ടും വസ്തി പ്രദേശം, ഡിസ്ക് കംപ്ലൈന്റ്, പിന്നെ ഇതൊക്കെയാണ് തുലാത്തിന് വരുന്നത്. പിന്നെ തുലാത്തിന് വരുന്ന ഒരു പ്രധാനം കിഡ്നി സംബന്ധമായ പ്രശ്നം തുലാത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തുലാ ലഗ്നവും തുലാൻ രാശിക്കാർക്കും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരും. ഇടവത്തിന് മുഖരോഗങ്ങളും പിന്നെ ആണ് ഇടവത്തിന് പ്രധാനമായിട്ട് വരുന്നത്. ഇനി മീനത്തിനും ധനുവിനും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധനുവിന് തുട സംബന്ധമായ ഭാഗത്ത് എന്തെങ്കിലും ദോഷങ്ങൾ വരും.
മീനത്തിന് കാൽപാദം, പിന്നെ രണ്ടുപേർക്ക് കൂടി ചേർത്ത് പറയാം ബുദ്ധിഭ്രമം, ശ്രവണേന്ദ്രിയ രോഗം. കേൾവിയൊക്കെ വ്യാഴത്തിനാണ്. കേൾവി സംബന്ധമായ പ്രശ്നങ്ങള്, ബുദ്ധിഭ്രമം, ഇതെല്ലാം വ്യാഴത്തിന്റെ രാശിക്ക് പറയാം. ശനിക്കാണെങ്കിൽ ഡയബറ്റിക് ശുക്രനും പറയാം, വ്യാഴത്തിനും പറയാം. മകരത്തിനും കുംഭത്തിനും ബുദ്ധിഭ്രമവും തളർച്ച, ശരീരത്തിനും ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങള്, വാദ സംബന്ധമായ കാര്യങ്ങള്, എണീറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥ, തളർച്ച, ഇതെല്ലാം ശനിയുടെ രാശി പറയാം. രാഹു ലഗ്നത്തിലെ രാഹു ഒക്കെ വന്നിട്ട് ചൊറി, ചിരങ്ങ്, വിഷ സംബന്ധമായ അസുഖമൊക്കെ രാഹുവിനും പറയാം. ഇതൊന്ന് എഴുതിയെടുത്താലേ പറ്റുള്ളൂ. രോഗവും രാശികളും രോഗപ്രശ്നത്തിൽ ലഭിക്കുന്ന ആരൂഢത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗം നിർണയിക്കുന്ന രീതി. രോഗപ്രശ്നത്തിൽ ലഭിക്കുന്ന ആരൂഢത്തിന്റെ അടിസ്ഥാനത്തിൽ വരാവുന്നുള്ള രോഗങ്ങളുടെ വിവരം. ഒന്ന് ചിങ്ങം. ഇനി വേണ്ട ആവർത്തിച്ചെഴുതണ്ടല്ലോ. ഉദരം, നേത്രം, അസ്ഥി, പല്ല്, മനസ്സിനെ ബാധിക്കുന്നവ, തുടങ്ങിയ രോഗങ്ങൾ വരാം. പിത്തസംബന്ധമായ അസുഖങ്ങളും വരാം. അടുത്ത 2 കർക്കടകം. മാറിടം, ഹൃദയം, രക്തസംബന്ധമായത്, ജലദോഷം, അലർജി, തുടങ്ങിയ അസുഖങ്ങൾ പറയാം. ചൊവ്വയുടെ രാശി. അടുത്ത 3 ചൊവ്വയുടെ രാശി. ചൊറി, ചിരങ്ങ്, പൊള്ളൽ, വ്രണം, ആക്സിഡന്റ്, സർജറി തുടങ്ങിയവ പറയാം. മേടത്തിന്
ശിരസ് സംബന്ധമായ രോഗങ്ങൾ. മേടത്തിന് ശിരസ് സംബന്ധമായ രോഗങ്ങൾ. മേടത്തിന് ശിരസ് സംബന്ധമായ രോഗങ്ങൾ. കാൽമുട്ട്, കാൽമുട്ടിന് താഴോട്ടുള്ള ഭാഗം. കാൽമുട്ടിന് താഴോട്ടുള്ള ഭാഗം. നഖരോഗങ്ങൾ തുടങ്ങിയവയൊക്കെ വരാം. നഖരോഗങ്ങൾ തുടങ്ങിയവയൊക്കെ വരാം. വൃശ്ചികത്തിന് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ. യൂറിനറി ബ്ലാഡർ. ലൈംഗിക അവയവങ്ങൾക്കുള്ള രോഗങ്ങൾ. എന്നിവയൊക്കെ പറയാം. അടുത്ത 4 ബുധന്റെ രാശി. ശ്വാസം മുട്ട്, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ. സ്വപ്നം കണ്ടു വിളിക്കുക. ന്യൂറോ പ്രശ്നം. ഇവയൊക്കെയാണ്. മിഥുനത്തിന് കൈകൾ, തോള്, കഴുത്ത് സംബന്ധമായ അസുഖങ്ങൾ വരും. കൈകൾ, തോള്, കഴുത്ത് സംബന്ധമായ അസുഖങ്ങൾ വരാം. കന്നിക്ക് അടിവയർ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം. അടുത്ത ശുക്രന്റെ രാശി. ലൈംഗിക അവയവങ്ങൾ, യൂറിനറി ബ്ലാഡർ, ഹെർണിയ. നീര് തുടങ്ങിയവ പറയാം. ഇടവത്തിന് മുഖത്ത് പാടുകളും അസുഖങ്ങളും. തുലാത്തിന് ഡിസ്ക് കംപ്ലൈന്റ്. ഇടുപ്പ് സംബന്ധമായ അസുഖങ്ങളും പറയാം. അടുത്ത വ്യാഴത്തിന്റെ രാശി. ബുദ്ധിഭ്രമം, കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ.
ബുദ്ധിഭ്രമം, കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ, ഡയബറ്റീസ്. ശുക്രനിലും ഡയബറ്റീസ് എഴുതിക്കൊള്ളാം. ഇത് വിശദമായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. ഇപ്പോഴൊരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനേ ഉള്ളൂ. ഡയബറ്റീസ് തുടങ്ങിയവ പറയാം. ധനുവിന് തുടക്കിയുള്ള അസുഖങ്ങളും മീനത്തിന് കാൽപാദവും പറയാം. മീനത്തിന് കാൽപാദ രോഗവും പറയാം. കാൽപാദ രോഗം പറയാം. ശനിയുടെ രാശി, ബുദ്ധിഭ്രമം, അവയവങ്ങൾക്ക് തളർച്ച. ബുദ്ധിഭ്രമം, അവയവങ്ങൾക്ക് തളർച്ച. കാൽ, മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തിനുള്ള അസുഖങ്ങൾ. കാൽ, മുട്ടിന് താഴോട്ടുള്ള ഭാഗങ്ങൾക്കുള്ള അസുഖങ്ങൾ. ബുദ്ധിഭ്രമം, അവയവ തളർച്ച, മുട്ടിന് താഴോട്ടുള്ള ഭാഗങ്ങൾക്ക് അസുഖം, നടക്കാനാവാത്ത അവസ്ഥ. വാദം, എന്നീ രോഗങ്ങൾ. ഇനി ഒരു കാര്യം കൂടി എഴുതിക്കൊണ്ടും പറഞ്ഞുതരാം. ആരൂഢത്തിന്റെ അഷ്ടമം, ആരൂഢത്തിന്റെ അഷ്ടമം, ലഗ്നം. ഇവർക്ക് പാപയോഗ ദൃഷ്ടികൾ, പാപമധ്യസ്ഥിതി, ഗണ്ണാന്തം, തുടങ്ങിയവ വരുന്നത് ആരൂഢത്തിന്റെ അഷ്ടമം, ലഗ്നം. ഇവ മൂന്നിനും പാപയോഗം, പാപദൃഷ്ടി, പാപമധ്യസ്ഥിതി, ഗണ്ണാന്തം തുടങ്ങിയ ദോഷങ്ങൾ വരുന്നത് മരണതുല്യമായ അവസ്ഥയാണ്. അതായത് ഒരു രോഗപ്രശ്നത്തില് ആരൂഢത്തിനെ നോക്കണം. ആരൂഢത്തിന് പാപയോഗമോ ദൃഷ്ടിയോ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ അഷ്ടമത്തിനും പാപയോഗ ദൃഷ്ടികൾ അല്ലെങ്കിൽ പാപമധ്യസ്ഥിതി. ഇനി ലഗ്നം നോക്കണം. അപ്പോൾ ഇവിടെ ആരൂഢവും ലഗ്നവും രണ്ടും വരികയാണ്, രണ്ടും എടുക്കണം. ഇവർക്ക് എല്ലാ പേർക്കും പാപയോഗം നമ്മൾ നോക്കുമ്പോൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ അറിയാമല്ലോ. പാപയോഗവും, ഒരാൾക്ക് പാപയോഗം, ഒരാൾക്ക് പാപദൃഷ്ടി, ഒന്നിന് പാപമധ്യസ്ഥിതി. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടേ നീങ്ങുള്ളൂ എന്നർത്ഥം. മരണതുല്യമായ അവസ്ഥ വരും. ഒന്നുകിൽ ആള് തട്ടിപ്പോവും,
അതല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും എന്ന് നമുക്ക് പറയാം എന്നാണ് ഇപ്പോൾ എഴുതിയതിൻ്റെ അർത്ഥം. ഇനി ഈ പഠിച്ചതിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. സാർ, ഈ രാഹു കേതുവിന് എന്തെങ്കിലും രോഗങ്ങൾ പറയാൻ പറ്റുമോ? രാഹു കേതുവിന് വിഷസംബന്ധമായത് ആണ്. ചൊറി, ചിരങ്ങ്, അലർജി, പിന്നെ അപവാദങ്ങൾ കേൾക്കുക, ഇതൊക്കെയാണ്. ഇങ്ങനെ അപവാദങ്ങൾ, വാക്കുകൾ കൊണ്ടുള്ള ദോഷങ്ങൾ. ഏറ്റവും പ്രധാനം ചൊറി, ചിരങ്ങ്. വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവിഷബാധയും ആയിക്കൊള്ളാം. ഭക്ഷ്യവിഷബാധയോ വിഷം, പിന്നെ കൈവിഷദോഷമൊക്കെ രാഹുവിനെ കൊണ്ട് പറയാം. രാഹുവിനെ കൊണ്ട് ഏറ്റവും പ്രധാനം, രാഹു ഒരു പ്രത്യേക സ്ഥലത്ത് പ്രശ്നത്തിൽ വന്നാൽ കൈവിഷം പറയും. അതിന്റെ കാരണം രാഹുവിന് വിഷത്തിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ചൊറി, ചിരങ്ങ്, അലർജി സംബന്ധമായത്, വിഷഭയം, സർപ്പദംസനം, വിഷഭയം, വിഷം വെച്ചാൽ ഭക്ഷ്യവിഷബാധയും പറയാം. കേതുവിനും അതുപോലെ തന്നെയാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. പ്രശ്നം പഠിക്കുമ്പോഴേ വരുള്ളൂ, പ്രശ്നത്തിൽ വരാൻ പഠിക്കാം. പ്രശ്നം തന്നെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 15ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ക്ലിയർ ആവും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ ആണ് പോകേണ്ടത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഒൻപതാമത്തെ ചാപ്റ്റർ. അതിൽ രോഗത്തിനെ കുറിച്ചും ആയുസിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അത്രയും ഒന്ന് പഠിക്കണം. പഠിച്ചിട്ട് പിന്നെ 12ഉം 13ഉം പഠിക്കണം. പഠിച്ചിട്ട് 14 കുറച്ച് നോക്കണം. എന്നിട്ട് നേരെ 15 പോകണം. സാറേ അതെ, സാറേ, നമ്മുടെ ഒരു പ്രശ്നരാശിയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഒരെണ്ണം എടുത്ത ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ചോദിക്കുന്നതാണ്. അതെ. 5-ാം തീയതി വെച്ചൊരു പ്രശ്നമാണ്. അതിൽ ആരൂഢം കിട്ടിയിരിക്കുന്നത് കർക്കിടകമാണ്. കർക്കിടകത്തില് ആരൂഢാധിപൻ നിൽക്കുന്നത് തുലാത്തില്. ഈ തുലാം ശുക്രൻ അതിനകത്തുണ്ട്. 11ാം ഭാവാധിപൻ ശുക്രൻ വീട് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമാണോ? ഗ്രഹ സംബന്ധമായതോ പ്രശ്നമാണോ? ഇവിടെ വന്നോ? കുടുംബ സംബന്ധമായിട്ടുള്ളതാണ് നോക്കിയത്. അതിന് ഗ്രഹ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടായോ എന്നാണ് ചോദിച്ചത്. അതെ. കാരണം ഈ ആരൂഢാധിപൻ നിൽക്കുന്നത് 4-ാം ഭാവപതിയുടെ കൂടെയാണ് നിൽക്കുന്നത്. ആരൂഢം തന്നെ പ്രചുരാലയ എന്നാണ് ആരൂഢം പറയുന്നത്. അനേകം ഗ്രഹങ്ങൾ എന്നാണ് ആരൂഢത്തിൽ ഒരു വാക്ക് വരുന്നുണ്ട് ആ കർക്കടകൻ രാശിയിൽ, പ്രചുരാലയ. ഇനി ഈ ആരൂഢാധിപൻ 4-ൽ നിൽക്കുന്നു. അതിന് ഉച്ചം വരുന്നത് 11-ലാണ്, ഇടവത്തില്. 4-ഉം 11-ഉം കൊണ്ട് ചിന്തിക്കേണ്ടത് വീടാണ്. അതുകൊണ്ടാണ് വീടിന് പ്രാധാന്യം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും വന്നോ എന്ന് ചോദിച്ചത്. അത് വന്നിട്ടുണ്ടെങ്കിൽ വലിയ ദോഷം വരാൻ വഴിയില്ല. 4-11 ബാധയായെങ്കിൽ അവിടെ വ്യാഴമൊക്കെയാണ് തോന്നുന്നത്. 4-ാം ഭാവത്തില് 4-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനും നല്ല ബലവാനായി ലഗ്നാധിപന്റെ കൂടെയാണ് നിൽക്കുന്നത്. ലഗ്നേശ സംബന്ധ ഭാവ അനുഭവസ്കൃത. ലഗ്നാധിപൻ 4-ൽ നിൽക്കുന്നു, 4-ാം ഭാവാധിപന്റെ കൂടെ നിൽക്കുന്നു, 11-ാം ഭാവാധിപന്റെ കൂടെ നിൽക്കുന്നു, 11-ല് വ്യാഴം നിൽക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ വീടൊക്കെ നല്ല സെറ്റപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ സെറ്റപ്പ് ആയിട്ടുള്ള വീട് അവർക്ക് വരും. കുലദേവതയെ കുറിച്ച് ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുലദേവത 4 കൊണ്ട് കുലദേവതയെ പറയാം. കുലദേവതയുണ്ട്. അത് അനുഗ്രഹഭാവത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഈ 11-ാം ഭാവം ചരരാശിക്ക് 11-ാം ഭാവം ബാധയാണല്ലോ. ആ ബാധകാധിപൻ തന്നെയാണ് ശുക്രൻ. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. അത് ബലമുണ്ട്. ഇപ്പം ശുക്രൻ ബാധകാധിപനായിരുന്നാലും ബലവാനാണ്. സ്ഥാനത്ത് വ്യാഴം വരുന്നത്. മാന്നി എവിടെ നിൽക്കുന്നത്? മാന്നി പിന്നെ 4-ാം ഭാവത്തിലാണ്. അപ്പോൾ ശുക്രൻ മാന്യ രാശിയാണ്. ശുക്രൻ മാന്യ രാശിയാണ്, ബാധകാധിപനാണ്. ബലമൊക്കെ ശരി തന്നെ. അവിടെ ബ്രഹ്മരക്ഷസ് ശക്തമായിട്ടുണ്ട്. ഒന്നല്ല, ചിലപ്പോൾ കൂടുതൽ കാണാം. ഗോരക്ഷസും ഉണ്ടാകാൻ വഴിയുണ്ട്.
അവിടെ ക്ഷേത്രത്തിൽ അതാണ് പ്രധാനമായിട്ട് കാണുന്നത്. ശുക്രന് ബാധാബന്ധം വരിക, വ്യാഴത്തിന് ബാധാബന്ധം വരിക, ശുക്രൻ മാന്യ ദൃഷ്ടി പതിക്കുക, വ്യാഴം മാന്യ ദൃഷ്ടി പതിക്കുക, ശുക്രൻ മാന്യം ഒരുമിച്ച് നിൽക്കുക, വ്യാഴവും മാന്യം ഒരുമിച്ച് നിൽക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷസാണ്. അത് ശുക്രന് വന്നു കഴിഞ്ഞാൽ ഗോരക്ഷത്തിനെയും പറയാം. ശുക്രന്റെ രാശി ഒരു അതുണ്ട്. പിന്നെ ശുക്രനെ കൊണ്ട് പറയുന്നത് അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷീവ, പൃഥുനന്ദന, ഗണപതി, വിഘ്നേശ്വരന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാം. ഓജരാശിയിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വിഘ്നേശ്വരനെ പറയാം. പിന്നെ അന്നപൂർണേശ്വരിയോ ലക്ഷ്മിയോ എന്തെങ്കിലും പറയാം. ലക്ഷ്മിയോ അല്ലെങ്കിൽ യക്ഷിയുടെ രൂപമൊക്കെ ഉണ്ടാവാൻ പറയാം. ഇങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ തന്നെയാ. അങ്ങനെ തന്നെയാ പറഞ്ഞത്. അതാ പറഞ്ഞില്ലേ ഇനി പറയാൻ പോകുന്നതോ? അല്ല, അവര് പറഞ്ഞത് ഒരു ഈ ശാക്തേയ മൂർത്തിയെ കുറിച്ചാണ്. ഈ അല്ല ഇങ്ങനെ ശക്തയൊക്കെ ചെയ്തിരുന്ന ആരോ ഒരു ഉപാസകന്റെ ബന്ധമാണ് പറഞ്ഞത്. ശക്തയം ചെയ്തിരുന്ന ഒരു ഉപാസകനായിട്ടുള്ള ഒരു ഗുരുമൂർത്തി എന്നൊക്കെ പറയുന്ന അവരുടെ ബന്ധമാണ് പറഞ്ഞത്. മാന്യബന്ധം പറഞ്ഞത് രക്ഷസ് അല്ല എന്ന് പറഞ്ഞു. അതായത് ആയിരിക്കാം. രക്ഷസ് എന്ന് പറഞ്ഞാൽ അതുപോലുള്ള രൂപമുള്ള ഒരു, അതായത് ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരെ പറയാം. അങ്ങനെയും പറയാം. വ്യാഴത്തിനെ കൊണ്ട് ഗുരുവിനെ പറയാം, ഗുരുസ്ഥാനീയൻ. വ്യാഴം 9ാം ഭാവപതിയാണ്. 9ാം ഭാവപതിയാണ് ബാധാസ്ഥാനത്ത് വന്നത്. അപ്പോൾ ഗുരുസ്ഥാനീയരായിട്ട് ഒരാളിനെ വച്ച് പൂജിക്കുന്നുണ്ട്. അത് ബാധയായിട്ടാണ്. അത് ഗുളികന്റെ ബന്ധം വന്നപ്പോ ഭക്ഷാരാധനയായില്ലേ സാർ? വ്യാഴം 9ാം ഭാവപതിയാണ് ബാധാസ്ഥാനത്ത് പോയിരിക്കുന്നത്. 9ാം ഭാവം ആരാധനാ സ്ഥാനമാണ് ബാധയായത്. അത് 6ാം ഭാവാധിപനും ബാധാസ്ഥാനത്ത് ആധികാര ദോഷമുണ്ട്. 6ാം ഭാവൻ ബാധാസ്ഥാനത്ത് പോയതിന്റെ അധികാര ദോഷവുമുണ്ട്. പിന്നെ 4, 5, 7, 8 മാന്യ രാഹു എന്നാൽ കൈവിഷ ദോഷം. കൈവിഷമൊന്നും ഇവിടെ പറയണ്ട, കാരണം അതിന് ബലമുള്ളത് കൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല. 6ാം ഭാവാധിപന്റെ ബന്ധമില്ല, അതുകൊണ്ട് കൈവിഷ ദോഷമൊന്നും പറയണ്ട. ഇങ്ങനെയൊക്കെ പറയാം. സമയം പോയി. ഓക്കെ സാർ, ഓക്കെ. ഇത് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണ്ടാ മതി. രണ്ടാമത് വിളിച്ചോണ്ടാ, നമ്പറിൽ വിളിച്ചോണ്ടാ മതി. ശരി സാർ. ശരി ശരി ശരി. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ.